പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചത്തെ കമൻറ്റ് വായനയിലത്തെ കമൻസാണ് കേട്ടോ. രമ്യ കൃഷ്ണൻ, സരിതയും കൂടി വീഡിയോയിൽ കണ്ടന്റ് കൊടുക്കുന്നില്ലേ? പിന്നെ ക്യാഷ് എന്തുകൊണ്ട് സരിതയുടെ കയ്യിൽ കിട്ടുന്നില്ല? ചുരുക്കത്തിൽ വീഡിയോയിലുള്ള ഒരുമയേ ഉള്ളൂ അല്ലേ? ഒരു സ്വാതന്ത്ര്യവുമില്ല എന്ന് ചുരുക്കം. നീ ഒരു തടവറയിലാണെന്ന് ഇല്ല, സരിതയ്ക്ക് ഒന്നും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. അല്ല, നമ്മൾ ഒരുമിച്ചാണല്ലോ വീഡിയോ ചെയ്യണേ. അപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൽ എനിക്കും അവകാശം ഉണ്ടല്ലോ. പക്ഷേ പൈസ കൈകാര്യം ചെയ്യണ മൊത്തം ചേട്ടൻ. അപ്പൊ അതാണ് ചോദിക്കണത്. പൈസ ഞാൻ കൈകാര്യം ചെയ്യണമെന്നില്ല. സരിതയ്ക്ക് ആവശ്യമുള്ള പൈസ സരിതയ്ക്ക് കൈകാര്യം ചെയ്യാം, ഒരു കുഴപ്പമില്ല. അന്നൂസ് വേൾഡ്, സത്യം ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്ന ദിവസം നിങ്ങളുടെ വീഡിയോ കണ്ടു ചിരിച്ചു. എൻ്റെ വിഷമങ്ങൾ എവിടെ പോയിന്ന് അറിയാതായി. ശരിക്കും പോസിറ്റീവ് വൈബാണ് വീഡിയോ. താമസിക്കുന്ന ദിവസം ഭയങ്കര വിഷമമാണ്. വീഡിയോ താമസിക്കുന്ന ദിവസം ഭയങ്കര വിഷമമാണ്. എന്താ മോനെ, ഞങ്ങൾ എങ്ങോട്ടും പോണില്ല, ഇവിടെ ഉണ്ട് കേട്ടാ. ചാർലി മാറിയെന്ന് കണ്ടാ തുടങ്ങുന്നല്ലോ. ഈ കാറിന്മേ കവർ ഇടില്ലേ, ആ കവർ മാറ്റണ കണ്ടു കഴിഞ്ഞാൽ അവനറിയാം പോവാന്ന്. എങ്ങോട്ട് പോണില്ല, ഇവിടെ ഇരിക്കുന്നുണ്ട്. താമസിക്കുന്ന ദിവസം ഭയങ്കര ഇഷ്ടമാണ്. ഒരു 10 തവണയെങ്കിലും ചാനൽ കയറി നോക്കും വീഡിയോ വന്നോ എന്ന്. ഒത്തിരി സ്നേഹത്തോടെ. എന്തൊരു ഇഷ്ടമുള്ള ആളുകൾക്ക് നമ്മുടെ വീഡിയോ കാത്തിരിക്കുകയെന്ന്. വളരെ വളരെ നന്ദി. മായ ഷിബു, ഇന്നെങ്കിലും എൻ്റെ കമൻസ് വായിക്കും എന്ന് വിചാരിച്ചു. സാരമില്ല, വായിച്ചില്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. ലവ് യു സരിത, ജഗ്ഗു, അജു. അപ്പോൾ ഇന്ന് വേറെ ഇനി എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വായിച്ചില്ലേ ഇപ്പോൾ കമൻറ്റ്? പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നു, മനസ്സിലായില്ലേ ഇപ്പോൾ? അങ്ങനെയല്ലേ പറയാ? അടിക ശ്രീ സായി, കെട്ടിയോൻ സ്വർണം പണയം വെച്ച് പുട്ടടിക്കും. പൈസ കയ്യിൽ വന്നാലും ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കും. കെട്ടിയോളാണേൽ മുണ്ടും മുറുക്കി കൊടുത്ത് സ്വരുക്കൂട്ടി ഒരു മോതിരം മേടിക്കും. കുറച്ചുനാൾ കഴിഞ്ഞാൽ കെട്ടിയോൻ അതും എടുത്ത് പണയം വെച്ച് പുട്ടടിക്കും. കെട്ടിയോളാണെൻ്റെ മാലാക. കെട്ടിയോൾക്ക് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി, മാങ്ങാത്തൊലി, ബ്ലഡി ഫൂളിൻ്റെ ഫൂൾസ്. കാലചക്രം കടന്നു പോയിക്കൊണ്ടേയിരിക്കും. വിഷു വരും, ഓണം വരും, ക്രിസ്മസ് വരും. എന്തുട്ടിൻ്റെ അർത്ഥം? ഇതാരെക്കുറിച്ചാണ് എഴുതിയേക്കണത്? എന്നിട്ടാണ് ഇത് എഴുതിയേക്കുള്ള ഉദ്ദേശം ഒന്നും നമുക്ക് മനസ്സിലാവണില്ല. എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു. അടുത്തത് ഞാൻ ചില കഥകൾ പറയുന്ന പോലെ ബേബി സൂര്യ. ബേബി സൂര്യ എല്ലാ ദിവസവും കമന്റ് ഇടുന്നതാണ് കേട്ടാ. ഞാൻ ബേബി സൂര്യ പാലക്കാട് എന്ന് പറഞ്ഞിട്ട് അജു ഏട്ടാ വ്ളോഗ് അടിപൊളി അത്രയ്ക്ക് എഴുതാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ കമന്റ് എടുക്കാറില്ല. അപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമം കമന്റ് വായിക്കാത്തില്. ബേബി സൂര്യ പാലക്കാട്, അജു ഏട്ടാ പ്രതികരണ പരിപാടി സൂപ്പർ. ഇന്നും എൻ്റെ കമന്റ് വായിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ വായിച്ചില്ലാണ്ട് കരയണ കുറേ മോജിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. കവിതായൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ കുറേ പേരെ കാണാനില്ല. ഇപ്പോൾ നമ്മുടെ ടെസ്ല മൈ ഹീറോ കുറേ നാളായി. അതുപോലെ ശരത് സി ബാബു, അങ്ങനെ കുറേ പേര് അല്ലേ? അവരൊക്കെ എവിടെ പോയാവോ? വായിച്ചു. കവിതായൻ, സരിത പറഞ്ഞത് സത്യമാണ്. ഞാനും അങ്ങനെയാണ്. സന്തോഷം അധികം പ്രകടിപ്പിക്കാൻ പേടിയാണ്. ചില അനുഭവങ്ങൾ കൊണ്ടാണ് കേട്ടാ. മോൻ ചോദിക്കും അമ്മയ്ക്ക് ഒരു സന്തോഷം ഇല്ലേ എന്ന്, നിർവികാരതയാണെന്ന്. അങ്ങനെ ഇരിക്കാറില്ല. തമാശകളൊക്കെ വരുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോമഡികൾ അങ്ങനത്തെയൊക്കെ കാണുമ്പോഴും ഒക്കെ നമ്മൾ നന്നായിട്ട് ചിരിക്കും. അതല്ലാണ്ട് ഇപ്പോൾ എന്തിനാപ്പോൾ പറയാ, മെയിനായിട്ട് ഇപ്പോൾ കുറേ ഇപ്പം നമ്മുടെ മാവുമ്മ കുറേ പൂത്തു, മാവ് നന്നായി പൂത്തു. അപ്പം അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ചേട്ടൻ അതൊക്കെ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇപ്പം എവിടെന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായി കുറേ പൈസ വരാൻ പോകുന്നു എന്ന് കേൾക്കുക ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. പക്ഷെ ആ വരലുള്ളോ ഇവിടേക്ക് എത്താറില്ല. അല്ല പൈസയെ വേറെ നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ അല്ല പറയണേ. വേറെ ഇപ്പം എന്തിട്ടെങ്കിലും ഒരു ലോട്ടറി അടിക്കുക, അങ്ങനെ എന്തെങ്കിലും. ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞാട്ടെ. ലോട്ടറി അടിച്ചിട്ടില്ല ഇതുവരെയ്ക്കും. വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകും എന്നൊരു സൂചന വരുന്നു. ആ സൂചന കാണുമ്പോഴത്തേക്കും തന്നെ ഞാൻ സന്തോഷിക്കാറില്ല. കാരണം അങ്ങനത്തെ സൂചനകളൊക്കെ ഉണ്ടാവാറുള്ളൂ. അതൊരിക്കലും അത് സത്യമായി ഭവിക്കാറില്ല ഒരിക്കലും.
അപ്പോൾ കുറേ സന്തോഷിച്ചിട്ട് പിന്നെ അത് നടന്നില്ലെങ്കിൽ വിഷമിക്കേണ്ടി വരും. അപ്പൊ എന്തിനാണ് അതിന് പോണേ? അപ്പൊ അത് നമ്മൾ അത് വരുമ്പോൾ ശരിയാവണമെങ്കിൽ ശരിയാവട്ടെ അങ്ങനെ വിചാരിച്ച് അതിന്റെ പാട്ടിന് വിടും. ഓവറായിട്ട് അത് ഇങ്ങനെ ആക്കാറില്ല ഞാൻ. അല്ലാണ്ട് സന്തോഷിക്കാറില്ല എന്നല്ല അതിന്റെ അർത്ഥം. ബാക്കി കാര്യങ്ങളോ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ സന്തോഷിക്കും. കിട്ടുമ്പോ കിട്ടട്ടെ എന്നുള്ള ഒരു മനോഭാവം. അതെ. അടുത്തത് അനിത കെ. നമസ്കാരം. വീഡിയോയിലായാലും റിയൽ ലൈഫിലായാലും മറ്റുള്ളവരെ ഇങ്ങനെ ചിരിപ്പിക്കാൻ കഴിയുന്നത് ഈശ്വരാനുഗ്രഹവും ഭാഗ്യവുമാണ്. അജു എന്നും അജു ഇങ്ങനെ തന്നെ ആവട്ടെ. എൻ്റെ ചെറുപ്പത്തിൽ ചെറിയ എന്തെങ്കിലും തമാശ കേട്ടാൽ ഞാൻ ചിരിച്ച് വീഴുമായിരുന്നു. പക്ഷെ ഇപ്പോൾ മനസ്സ് തുറന്ന് ചിരിക്കാൻ തന്നെ മറന്നു. നിങ്ങളുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയത് മുതലാണ് വീണ്ടും ചിരിക്കാൻ കഴിയുന്നത്. അതിന് നിങ്ങളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സരിത പറഞ്ഞതുപോലെ എനിക്കും മിഡിയും ടോപ്പും ആയിരുന്നു ഏറെ ഇഷ്ടം. അതായിരുന്നു അച്ഛൻ കൂടുതലും വാങ്ങിത്തരാറ്. എൻ്റെ അച്ഛനത് എന്താണെന്നറിയോ, മിഡിയും ടോപ്പ് ഇടുമ്പോൾ നമ്മളെ കുഞ്ഞു കുട്ടികളുടെ പോലെ തോന്നുള്ളൂ. അപ്പോൾ അച്ഛനൊരിക്കലും ഞാൻ വലുതായി അത് ഇഷ്ടമല്ല അങ്ങനെ കാണുന്നത്. ഒരു പ്രാവശ്യം ഇങ്ങോട്ട് അമ്മയുടെ ഇങ്ങോട്ട് സാരി കോളേജിൽ 10ാം ക്ലാസ്സിലൊക്കെ എത്തിയ സമയമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉടുപ്പിച്ച് തന്നു. അമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു രസമല്ലേ നമ്മളങ്ങനെ സാരി ഉടുപ്പിച്ച് കാണല്ലേ. അങ്ങനെ സാരി ഉടുപ്പിച്ചു. സാരി ഉടുപ്പിച്ചിട്ട് അച്ഛനെ കാണിച്ചു കൊടുക്കാണ്ട് അച്ഛനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അച്ഛനാണ് ദേഷ്യം വന്നിട്ടേ. അച്ഛനെ അങ്ങനത്തെ കാണാൻ ഇഷ്ടമല്ല. അയ്യോ വലുതായി, എൻ്റെ മോള് വലുതായി, എനിക്ക് കല്യാണം കഴിച്ച് കൊടുക്കാറായി. കല്യാണം കഴിച്ച് കൊടുക്കുമ്പോഴത്തെ ചിലവ് അങ്ങനത്തെ എല്ലായിട്ട് ആലോചിക്കണേ. അയ്യോ എൻ്റെ മോള് എൻ്റെ അടുത്തുനിന്ന് പോവാറായോ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വരും അച്ഛന്മാർക്ക്. അങ്ങനത്തെ ഫീല് വരും ഭയങ്കരമായിട്ട്. അപ്പോൾ അച്ഛൻ അതൊക്കെ ഭയങ്കര വിഷമമാണ് അങ്ങനെ കാണണം. അത് കാരണം അച്ഛൻ മിഡിയും ടോപ്പ് എപ്പോഴും. അപ്പം മിഡിയും ടോപ്പ് ആകുമ്പോൾ ചെറിയ കുട്ടി. ഇപ്പം അങ്ങനത്തെ കാഴ്ചപ്പാടുകൾക്കൊക്കെ കുറേ മാറ്റം വന്നു. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടുക അങ്ങനെയൊക്കെ കുറേ രീതികൾ മാറിയില്ല ഇപ്പോഴത്തെ പിള്ളേർ. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പോകുമ്പോൾ കൂട്ട നിലവിളിയാണ്. ആ ഈ ചെക്കൻ പെണ്ണിനെയും കൊണ്ട് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്തല്ലേ ആ പ്രദേശം മുഴുവൻ കണ്ണീർ കടലായിട്ടുണ്ടാവും. നമുക്ക് ചിലർ ഇവിടെ കെട്ടിപ്പറ്റി നിലത്ത് കിടന്ന് ഉരുളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ, ആങ്ങളമാര്, അച്ഛനമ്മമാര്, ബന്ധുക്കള് എല്ലാവരും കരച്ചിലാണ്. ഇപ്പം അങ്ങനെയില്ലേ. സരിത കരഞ്ഞില്ലേ അല്ലേ? കരഞ്ഞു. പറഞ്ഞ പോലെ എനിക്ക് മിഡിയും ടോപ്പുമായിരുന്നു ഏറെ ഇഷ്ടം. അതായിരുന്നു അച്ഛൻ കൂടുതലും വാങ്ങിത്തരാറ്. കല്യാണത്തിന് ശേഷം മിഡിയും ചുരിദാറും ഇട്ടാൽ പ്രായം തോന്നില്ല, കല്യാണം കഴിയാത്ത കുട്ടിയാണെന്ന് തോന്നും എന്നൊക്കെ പറഞ്ഞ് എന്നെ സാരി ഉടുപ്പിച്ചു. അന്ന് എനിക്ക് സാരി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് വരുന്ന വീട്ടില് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാനും സമ്മതിക്കില്ല അധികം. സാരി നമ്മൾ വിരുന്നിനൊക്കെ പോകുമ്പോഴൊക്കെ പരമാവധി സാരി ഉടുപ്പിക്കും. അല്ലെങ്കിൽ വലിപ്പം ചേട്ടനും പറഞ്ഞോടുന്നു ചുരിദാർ ഇട്ടിട്ട് കൂടെ നടക്കുമ്പോൾ കുട്ടി ഏതോ ഒരു കുഞ്ഞു കുട്ടി നടക്കണ പോലെ അങ്ങനെ തോന്നുന്നു പറഞ്ഞിട്ടേ അങ്ങനെ സാരി ഉടുപ്പിച്ചു. ഈ അടുത്തല്ല കേട്ടോ, 93-ലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അന്ന് 19 വയസ്സ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചിരി സംസാരിക്കുന്നത് കാണുന്നത് തന്നെ സന്തോഷം. ഇതുപോലെ ഒരുപാട് കാലം ജീവിക്കാൻ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തെല്ലാം അനുഭവങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ടല്ലേ. കുറേയൊക്കെ സന്തോഷം നമ്മൾ രണ്ടുപേരും വിചാരിച്ചുണ്ടാക്കാൻ പറ്റും. കുറേയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കണതാണ്. ചിലതൊക്കെ വിധി ഇതുണ്ടാവും, ഓരോ അപകടങ്ങൾ വരുന്നതും അസുഖങ്ങൾ വരുന്നതും പ്രശ്നങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. നമുക്ക് പിന്നേക്ക് പിന്നാലെ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു കുറേ കാലങ്ങളോളം ജീവിതം. പിന്നെ ഇപ്പോൾ നമ്മളൊന്ന് സന്തോഷിച്ചു തുടങ്ങി. അടുത്തത് സുമം. ഖജാൻജിയുടെ കയ്യിൽ പൈസ ഏൽപ്പിച്ചിട്ട് അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ കൃത്യമായി കണക്ക് കൊടുക്കണം കേട്ടോ അജു ഏട്ടാ. എന്നാലല്ലേ സരിതക്കുട്ടിക്ക് കൂട്ടി വെച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റൂ. കേട്ടു ചേട്ടനോട് പറയണേ. ഇത് ഞാൻ എടുക്കില്ല. അമ്മിണി KV. ഞാൻ കുറേ വട്ടം നിങ്ങൾക്ക് കമന്റ് ഇട്ടു, ഒന്നുപോലും വായിച്ചില്ല. പോട്ടെ, റിപ്ലൈ എങ്കിലും തന്നൂടെ? ഒന്നുമില്ല. ഞാൻ എന്താ നിങ്ങളെ പൊക്കി പറയാഞ്ഞിട്ടാണോ? അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്നും സമയമുണ്ടാക്കി വീഡിയോ കാണാറുണ്ട്. നമ്മുടെ കമന്റ് മാത്രം പരിഗണനയിലില്ല. ബാക്കി കാണുന്ന വീഡിയോ എല്ലാം മറുപടി തരാറുണ്ട്. നിങ്ങൾ മാത്രം മറുപടിയില്ല. അത് ഞാൻ നോക്കിയപ്പോഴേ ആള് കമന്റ് കുറച്ചെണ്ണം ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിന് 3 ഞങ്ങളുടെ ലൈക്ക് കൊടുത്തിട്ടുള്ളൂ. അതതിനെ നമ്മളെല്ലാ ദിവസവും വീഡിയോ ഇടില്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ഇട്ട വീഡിയോയ്ക്ക് രാത്രി വല്ല 10-11 മണിക്കാകുമ്പോഴാവും ഞാൻ റിപ്ലൈ കൊടുക്കാതിരിക്കുക. അപ്പോൾ ആ സമയം വരെ വന്നിട്ടുള്ള എല്ലാ കമൻറ്റുകൾക്കും ലൈക്കും ഹാർട്ടൊക്കെ കൊടുത്ത് റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാളെ രാത്രിയാണ് ഇരിക്കുക. നാളെ രാത്രി ഇരിക്കുമ്പോൾ നാളത്തെ വീഡിയോൻ്റെ കമൻറ്റാണ് ഞാൻ എടുക്കുക. മുന്നത്തെ വീഡിയോയുടെ കമന്റ് ആയിരിക്കില്ല നമ്മുടെ കയ്യിൽ വരുന്നത്. അപ്പോൾ ഈ അമ്മിണി ചേച്ചി വേണമെങ്കിൽ പിറ്റേ ദിവസം അത് നമ്മുടെ കണ്ണിൽ പെടില്ല. അതുകൊണ്ടാണ് കേട്ടോ, എല്ലാ ദിവസവും ഇടണ കാരണം കൊണ്ടാ. അല്ലാച്ചെങ്കിൽ മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല.
എല്ലാത്തിനും ഒരുമിച്ചാണ് കമന്റ് കൊടുക്കുക, റിപ്ലൈ കൊടുക്കുക. അപ്പോൾ പല 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 കമന്റ്സ് ആയിരിക്കും ഇടകലർന്നവും എടുക്കണ്ടാവുക. 2-3 കൊല്ലം മുന്നത്തെ കമന്റുകളും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ മാത്രം അല്ല, അന്നത്തെ വീഡിയോ ഏതൊരു വീഡിയോ ആണോ അത് മാത്രം സെലക്ട് ചെയ്യാനായിട്ടുള്ള പുതിയ പുതിയ അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേ അങ്ങനെ വരും. അപ്പം അത് മാത്രം എടുത്തിട്ട് അങ്ങനെ റിപ്ലൈ കൊടുത്ത് അതുകൊണ്ടായിരിക്കും ഈ കാര്യം സംഭവിച്ചത് കേട്ടാ. അപ്പം ക്ഷമിക്കണം ഞങ്ങളോട്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വിഷമവും ദേഷ്യം ഒന്നുമില്ല. പിന്നെ ഉയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ആ കമന്റ് വായിക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ വായിക്കും. പിന്നെ കുറേ കമന്റുകൾ ഇങ്ങനെ അങ്ങോട്ട് സ്പാമിലൊക്കെ പോവും. നമ്മൾ വിചാരിച്ചിട്ട് ആക്കണതല്ല, തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോവും. നിങ്ങൾ കാണുമ്പോൾ കമന്റ് കാണില്ലേ, കുറേ പേര് നമുക്ക് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ സംഭവിക്കാം. അപ്പം അമ്മണിക്കുട്ടിക്ക് സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. അമ്മണി നല്ല പേരാ, അമ്മയുടെ പേര് അമ്മണി. ജാസി ഡ്രൈവർ, അജുവേട്ടൻ ബുദ്ധിമാനാ, വായി നോക്കിയാൽ കുഴപ്പമില്ലെന്ന് സരിതേച്ചി ക്യാമറയുടെ മുന്നിൽ പറയും. വായി നോക്കിയത് അജുവേട്ടൻ സമ്മതിച്ചാൽ ക്യാമറ ഓഫ് ആക്കിയതിന് ശേഷം അവിടെ എന്ത് നടക്കുന്ന അജുവേട്ടന് നല്ലവണ്ണം അറിയാം. മറ്റേ പാലസിലത്തെ കാര്യം. അവിടെ അങ്ങനെയൊന്നുമില്ലേ? എവിടെ പാലസിൽ അവിടെ പോയിട്ട് വന്നിട്ടാണ് ഞാൻ അങ്ങനെ സാധാരണ പോലെ അല്ലേ നോക്കിയായിരുന്നു ആളുകളെ. എൻ്റെ കണ്ണിൽ വല്ലതും വേറെ വല്ലതും തോന്നിയിരുന്നു നിനക്ക്? ഇല്ല. പിന്നെ GR രാമചന്ദ്രൻ പറയാണേ ജോലിക്ക് പോണെന്ന്. അത് ആര് ജോലിക്ക് പോണെന്നാണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ഞങ്ങളോട് 2 പേരോടും ജോലിക്ക് പോണെന്ന് പറയാണ്. ഇനി ആൾക്ക് ജോലിക്ക് പോണം, അതുകൊണ്ട് വീഡിയോ കാണാൻ നേരമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഞങ്ങള് ജോലിക്ക് പോണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇപ്പൊ ഒരു ജോലിയാണ്. ഇതിപ്പോ യൂട്യൂബ് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോയി ഈ ജോലി പോയി വേറെ ജോലിക്ക് നോക്കും. അല്ലെങ്കിലും ജോലി വേറെ ഞങ്ങള് പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ചില കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കണ പോലെ ഇങ്ങോട്ട് നടക്കില്ലല്ലോ. കഴിഞ്ഞ വിഷുവിൻ്റെ സമയത്തേക്ക് വിചാരിച്ച കാര്യമായിട്ടാ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അത് ഈ വിഷുവിൻ്റെ സമയത്തേക്കെങ്കിലും ഞങ്ങളത് ശരിയാവുമെന്ന് വിചാരിക്കുകയാണ്. വേറൊരു ഇത് കൂടി, കാരണം നമ്മൾ മാത്രം ഉറപ്പ് പറയാൻ പറ്റില്ല. രോഹിണി R, നട്ടപ്പുറ വെയിലത്ത് നടക്കാൻ ഇവന് ഭ്രാന്തുണ്ടോ എന്ന് പറയുന്നത് നിങ്ങൾ തൃശ്ശൂർക്കാർ മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലും പറയും. എന്ത് പറയുമ്പോഴും തൃശ്ശൂർക്കാർ പറയും എന്ന് എപ്പോഴും അങ്ങനെ പറയുന്നത് ശരിയല്ല. അയ്യോ, അതങ്ങനെയല്ല. നമ്മൾ തൃശ്ശൂർ ഇവിടെ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. തൃശ്ശൂർ അങ്ങനെ പറയും. നമുക്ക് നമ്മുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ പറയുന്നത് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയില്ലല്ലോ. അപ്പോൾ കാസർഗോഡുകാരെ ഭാഷ എന്തിട്ടാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ ഈ യൂട്യൂബ് ചാനലിലും ഈ ചർച്ചകളിലും ഇതൊക്കെ ഓരോരുത്തർ അങ്ങനെയുള്ളവരൊക്കെ വന്നിരിക്കുമ്പോഴാണ് നമ്മൾ അവരെ ഭാഷ അറിയണത് കേൾക്കണതൊക്കെ. പിന്നെ മിമിക്രിയിൽ അപ്പോൾ നമുക്ക് നമ്മളെ ഇതെല്ലാം പറയാൻ പറ്റുള്ളൂ. അതായതേ നമുക്ക് തന്നെ കമന്റ് വരും, ഇങ്ങനെ പറയരുത്, അങ്ങനെ പറയൂ, ഇങ്ങനെ പറയും. ഇപ്പം ഞാൻ അമ്മായിയുടെ ഉഷേച്ചിരി വീഡിയോ ഇട്ടതിൽ കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇതെന്താ അത് അച്ഛൻ്റെ പെങ്ങളെ അമ്മായി എന്ന് പറഞ്ഞേക്കണേ, വല്യമ്മ എന്നല്ലേ വിളിക്കണ്ടേ അങ്ങനെ ചോദിച്ചിട്ട്. അപ്പം അവരുടെ നാട്ടിൽ വല്യമ്മ എന്നാവും വിളിക്കണത്. നമ്മൾ അമ്മയുടെ ചേച്ചീനെയാണ് വല്യമ്മ എന്ന് വിളിക്കുക. ഇവിടെ അമ്മയുടെ ചേച്ചി വല്യമ്മ, തൃശ്ശൂരങ്ങനെയാണ് പറയാ. അതുപോലെ അച്ഛൻ്റെ ചേട്ടൻ വല്യച്ഛൻ, വല്യച്ഛൻ്റെ ഭാര്യേനും വല്യമ്മ എന്ന് പറയും. അതായത് അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യേനും വല്യമ്മ എന്ന് പറയും, അമ്മയുടെ ചേച്ചീനും വല്യമ്മ എന്ന് പറയും. അല്ലാണ്ട് അച്ഛൻ്റെ പെങ്ങളെ അമ്മായി എന്നാണ് പറയാൻ. അങ്ങനെ അപ്പോൾ നമുക്ക് പല വാക്കുകളും പ്രാദേശികമായിട്ട് നിലനിൽക്കുന്ന പല വാക്കുകളുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കുന്ന വാക്കുകളൊന്നല്ല. നമ്മൾ പാരമ്പര്യമായിട്ട് കേട്ട് നമ്മൾ അങ്ങനെ കേട്ട് ഇതായ വാക്കുകൾ തന്നെ നമ്മളും അങ്ങനെ വിളിച്ചു പോകുന്നു. അപ്പോൾ നമ്മളൊരു വീഡിയോയില് നമ്മൾ പറയുമ്പോൾ കുറേ കമന്റ്സ് വരും, ഈ സാധനത്തിന്റെ പേര് ഇതല്ല അതാണ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ നാട്ടിൽ അതാവും പറയണം. അത് ചേരിട്ട് അതാണ് അതിന്റെ പേര്, അങ്ങനെ പറയാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിൽ എന്തിട്ടും സാധനം എന്തിട്ടാണല്ലോ. അതെ. അപ്പൊ അങ്ങനെ കമന്റ്സ് വരുന്നത് കൊണ്ടാണ് ചില വാക്കുകൾ നമ്മൾ പറയുമ്പോൾ തൃശ്ശൂർ മാത്രമാണെങ്കിലും വെച്ചിട്ട് ചേട്ടൻ അന്ന് അങ്ങനെ പറഞ്ഞേ, നട്ടപ്പുറ വെയിലത്തും തൃശ്ശൂർ പറയൂട്ടാണ്, വേറെ സ്ഥലത്ത് പറയുമായിരിക്കാം. അത് ഞങ്ങൾ തൃശ്ശൂർക്കാർ മാത്രമേ പറയുള്ളൂ, അത് തൃശ്ശൂരെ മാത്രമേ അങ്ങനെ പറയാൻ പാടുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ട് ചേട്ടൻ പറയണമെന്നല്ല. പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകണം. ചിലവർക്ക് മനസ്സിലാവില്ലേ. ഇപ്പം ഇതിൻ്റെ തളിര് നമ്മൾ ചള്ള് എന്ന് പറയില്ലേ, ചള്ള്, അത് ചിലവരുടെ വീട്ടിൽ കേടായ സാധനത്തിനാണ് ചള്ള് എന്ന് പറയാ. ചില സ്ഥലങ്ങളിൽ പറയും കൂമ്പല്ല പറയാ, അധികം മൂക്കാത്ത ഇപ്പോൾ വെണ്ടക്കായ അല്ലെങ്കിൽ എന്താ പറയുക കോവയ്ക്കൊക്കെ നമ്മൾ ചള്ള് കോവയ്ക്ക പൊട്ടിച്ച് തിന്നാൽ പ്രമേഹത്തിന് നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പൊടിച്ചു തിന്നാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ആ വാക്ക് പറയുമ്പോൾ ചിലവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. കേടായതിനെയാണ് അങ്ങനെ പറയാ. അപ്പം നമ്മളത് അതുകൊണ്ടാണ് പറയണേ. ഇത് തൃശ്ശൂർക്കാർ പറയണത് ഇങ്ങനെയാണ് കേട്ടാ. തൃശ്ശൂർ നമ്മളത് കേട്ട് ശീലിച്ചു. അപ്പം നമ്മുടെ വായിൽ അതേ വരുള്ളൂ സംസാരിക്കുമ്പോഴേ. അതാണ്.
അല്ലാണ്ട് വേറെ പറഞ്ഞല്ലേ വേറെ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പറയണതല്ലാട്ടാ. അടുത്തത് വത്സല സുരേന്ദ്രനാഥ്. സരിത എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കല്യാണത്തിന് സാരി എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും സരിതയ്ക്ക് നല്ലത് കിട്ടണേ എന്ന്. വീട്ടിലെ അംഗത്തെ പോലെയാണ്. നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് ചെറുതാണ് എന്ന് പറഞ്ഞത്. അയ്യോ, വീട്ടിലെ അംഗത്തെ പോലെയാണ് നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് ചെറുതാണെന്ന് പറഞ്ഞത് വിഷമമായോ? എൻ്റെ കുട്ടിയോട് പറഞ്ഞതാണ്. അയ്യോ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫാമിലി യുവർ ലൈഫ്, അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ഇതുപോലെ കുറേ അമ്മമാർ വിളിക്കട്ടെ. മിഞ്ഞാന്ന് പാലക്കാട് നിന്ന് അമ്മു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അയ്യോ ആൾക്ക് പറഞ്ഞിട്ട് ആൾക്ക് ഞങ്ങളെ കണ്ടേ മതിയാവൂ. എങ്ങനെയെങ്കിലും കാണണം, നിങ്ങളെ കണ്ട് എനിക്ക് കെട്ടിപ്പിടിക്കണം. എന്തൊക്കെയോ കുറേ സമ്മാനങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടി, എൻ്റെ മോള് എനിക്ക് കെട്ടിപ്പിടിക്കണം. ചന്ദ്രനഗറിൽ പാലക്കാട്. അപ്പം ഞങ്ങൾ പാലക്കാട് വെച്ചിട്ട് ഇനി വരുന്നുണ്ടെങ്കിൽ വിളിക്കാം, ഞങ്ങൾ വരാട്ടാ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. ഇതിപ്പോൾ എന്തുട്ടാന്നറിയോ, വത്സല സുരേന്ദ്രനാഥ് എന്ന് പറഞ്ഞ ആ ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സ് ചെറുതായെന്ന് പറഞ്ഞിട്ട്. അതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കമന്റ് വായനയിലേ. അപ്പൊ ആള് നമ്മളോട് ദേഷ്യണ്ടായിട്ട് പറഞ്ഞതല്ല, നല്ല ഡ്രസ്സ് എടുക്കണം എന്ന് ഇനി ആഗ്രഹം. എന്താ മോളെ, എന്താണ് പേളി വന്നിട്ട് ഇഷ്ടടിക്കുക. അടുത്തത് മാലതി നായർ. ഷൈനി ചേച്ചി, ഇത് മറ്റേ ഷൈനി ചേച്ചി വന്നിട്ട് മോമോസ് ഉണ്ടാക്കി അവര്. ഷൈനി ചേച്ചി ആദ്യമേ ഫേമസ് ആണ്, പട്ടാളക്കാരുടെ ഭാര്യയാണല്ലോ. പിന്നെ ഇപ്പോൾ അടിപൊളി ഷെഫ് ആയിട്ടും ഫേമസ് ആയി. പിന്നെ ഹായ് ഡിയേഴ്സ്, ഞാൻ ഒരു ആർമിക്കാരൻ്റെ വൈഫാണ്. നിങ്ങളുടെ ചാനൽ കൂടെ കാണിച്ച പട്ടാളക്കാരൻ വൈഫിനും ബിഗ് സല്യൂട്ട്. മോമോസ് സൂപ്പറായിട്ടുണ്ട്. എൻ്റെ മോളും അടിപൊളിയായിട്ട് മോമോസ് ഉണ്ടാക്കും. ഞാൻ അവളെ മിസ് ചെയ്യുന്നു. അവൾ UK-യിലാണ്. ആദർശ് പണിക്കർ, കൊള്ളാം, സൂപ്പർ. ആദ്യമൊക്കെ കുറച്ച് സഭാകമ്പം എന്നൊക്കെ പറയാവുന്നൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഷൈനി ചേച്ചി വളരെ ഊർജ്ജസ്വലയായി. എത്ര മനോഹരമായാണ് വിഭവം ഉണ്ടാക്കിയത്. പാചകം ചെയ്യുന്നത് കണ്ടപ്പോഴേ അതിൻ്റെ രുചിയെക്കുറിച്ച് എല്ലാ പ്രേക്ഷകരും സ്വാദോടുകൂടി സാഗൂതം ഈ വീഡിയോ. വീട്ടിൽ ഒരു പട്ടാളക്കാരൻ എല്ലാ നന്മകളും ശരീരഘടനയും വസ്ത്രവിധാനവും ഒക്കെ ഒത്തിണങ്ങിയ ചേട്ടൻ. ഇടയ്ക്കിടയ്ക്ക് തമാശകൾ പൊട്ടിച്ചു. വീഡിയോയിൽ തിളങ്ങി. വളരെ വൃത്തിയോടെയും ചിട്ടയോടെയുള്ള ചേച്ചിയുടെ പാചകം മനോഹരം. അജുവേട്ടൻ്റെ നാക്കുളുക്കികൾ ഇന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്തു പറ്റിയ അജുവേട്ടാ? ചേച്ചിയോടൊപ്പം തന്നെ സരിതയും പാചകം മനോഹരമാക്കി, ഒപ്പം ജഗ്ഗു. അനിലും ചേട്ടനും ചെറിയേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ മനോഹരമായനെ. അവരുടെ തിരക്കിലും അസാന്നിധ്യത്തിലും ആണെങ്കിൽ കൂടി വീഡിയോ അതിമനോഹരം, ഗംഭീരം. എല്ലാവർക്കും ആശംസകൾ. മനോഹരമായ പാചകം ചെയ്ത് മറ്റുള്ളവർക്ക് നൽകുന്ന ചേച്ചിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് മാറിക്കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. ചേച്ചിയുടെ പുതിയ പുതിയ പാചകങ്ങൾക്കും സരിതയുടെ മനോഹരമായ പാട്ടിനും അല്ലെങ്കിൽ അജുവേട്ടൻ്റെ പാട്ടിനും വേണ്ടി കാത്തിരിക്കുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ സസ്നേഹം പണിക്കർ. എൻ്റെ പാട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട സരിതയുടെ പാട്ടാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ചേട്ടൻ്റെ പാട്ടുണ്ടല്ലോ, അതിന്റെ കമന്റ്സ് ഞാൻ നോക്കിയിട്ടില്ലേ. എന്തൊക്കെ കമന്റ്സ് ആൾക്കാർക്ക് ഇഷ്ടമായിട്ടില്ലേ? പിന്നെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിത്രേ. അടുത്തത് ജിതീഷ് തിലകൻ. അജൂസ് വേൾഡ് സ്ഥിരം കാണുന്ന ഏതൊരു പ്രേക്ഷകരുടെ അടുത്ത് ഒരു ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇങ്ങനെയായിരിക്കും: നിങ്ങളുടെ കൂടെ ഒരു ദിവസമെങ്കിലും ചെലവഴിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. എന്ത് രസം. അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മമ്മൂട്ടിനും മോഹൻലാലിനും കാണാനുള്ള ആഗ്രഹം, ഞങ്ങൾക്ക് നിങ്ങളെ കാണാനാണ് ഇഷ്ടമെന്ന്. അങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്ത് രസമാണെന്ന് അറിയും. ഇതൊക്കെ ഈ യൂട്യൂബുള്ള കാരണമാണ് നമുക്ക് അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റണത്. വളരെ വളരെ സന്തോഷം. ശ്രുതി ഗിരീഷ്. പട്ടാളക്കാരന് പാത്രത്തിൽ ഇന്ത്യൻ പതാകയുടെ നിറത്തിൽ ഫുഡ്. സൂപ്പർ മോമോസ്. ഞാനും ഉണ്ടാക്കി നോക്കും. ശരിയല്ലേ? ആ ഇന്ത്യയുടെ പതാകയുടെ പോലെയാണ്, പച്ച ചുമപ്പും പിന്നെ മോമോസും കൂടി അങ്ങനെ വന്നു. വളരെ ഭംഗി. ഏഞ്ചലോ. എൻ്റെ ചേച്ചി അജുവിനെയും സരിതയെയും ആരാണ് ഇഷ്ടപ്പെടാത്തേ? ഞങ്ങളുടെ മുത്തല്ലേ. പിന്നെ അടുത്തത് കവിത ഹരീഷ്. ഹിന്ദിയിൽ പറയാമായിരുന്നു. ചേച്ചി പറഞ്ഞാൽ ചിലപ്പോൾ ഹിന്ദി സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നാൽ ചാനൽ മില്യൺ ആകില്ലേ? വേഗം നിങ്ങൾ മില്യൺ ആകാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ. അയ്യോ പാവം. അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സ് കുറേ ഉണ്ടായിട്ടൊരു കാര്യമില്ല. വ്യൂവേഴ്സ് ഉണ്ടാവണം, വ്യൂസ് ഉണ്ടാവണം വീഡിയോയ്ക്ക്. വ്യൂസ് മാത്രമല്ല, വാച്ചിങ് ടൈം ഉണ്ടാവണം. അല്ലാണ്ട് വ്യൂസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കുറേ കണ്ടമാനം വ്യൂസ് ഉണ്ടായിട്ടും കാര്യമില്ല. വാച്ചിങ് ടൈമാണ് മെയിനായിട്ടുള്ള കാരണം. നമ്മുടെ വീഡിയോ എത്ര സമയം ആളുകൾ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ പൈസയും കിട്ടുക. അപ്പോൾ ഒരു വീഡിയോയോ 1 മില്യൺ പേര് കണ്ടാലും വാച്ചിങ് ടൈം കുറവാണെങ്കിൽ അതിൽ നിന്ന് പൈസ ഒന്നും കിട്ടില്ല. വളരെ നേരിയൊരു പൈസയെ കിട്ടുള്ളൂ. വാച്ചിങ് ടൈം ഉണ്ടായിരിക്കണം. അതായത് ഒരു 10-20 മിനിറ്റുള്ള വീഡിയോയ്ക്ക് ഒരു വാച്ചിങ് ടൈം, ആവറേജ് വാച്ചിങ് ടൈം 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെയാണ് ഉണ്ടാവുക ആളുകൾക്ക്. നമുക്ക് പക്ഷേ 12 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. നമുക്ക് വാച്ചിങ് ടൈം ഭയങ്കര കൂടുതലാണ്. നമ്മുടെ വീഡിയോ ആളുകൾ
ഒരുവിധമൊക്കെ കാണുന്നവര് അതാണ്. അങ്ങനെ അപ്പൊ നമുക്ക് 10 ലക്ഷമൊക്കെ വിട്ട് കളയാം. നമുക്ക് 10 ലക്ഷത്തിലേക്ക് കേരളിനി ഇപ്പോഴത്തെ പഠിക്കണം. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കുറെ വരണം. അങ്ങനെ നമുക്ക് ഉള്ളവര് നമുക്ക് മികച്ചവരാണ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ചാനൽ അത്രയ്ക്കധികം യൂട്യൂബ് ചാനലുകളല്ലേ. ആളുകളാണെങ്കിൽ എല്ലാ ചാനലിൽ ഇരുന്ന് കാണാനായിട്ട് ആളുകൾക്ക് പറ്റൂ. ആളുകളെ എണ്ണം തന്നെയല്ലോ ഉള്ളൂ. അതന്നെ വ്യൂവേഴ്സിന്റെ എണ്ണം കൂടുതലല്ലോ. വ്യൂവേഴ്സ് ഇത്രയ്ക്ക് തന്നെയല്ലേ വരണുള്ളൂ. അപ്പൊ അവര് നമ്മളെ കുറച്ച് നാൾ കണ്ടു കഴിയുമ്പോൾ പിന്നെ വേറെ വീഡിയോകൾ വരും വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കണ്ട് ചിലപ്പോൾ മടുത്തുണ്ടാവും. അപ്പൊ വേറെ കാണും. അങ്ങനെ പിന്നെ അതുപോലെ കവിതാ ഹരീഷ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അജു 2 തവണ പറഞ്ഞു നമ്മുടെ തക്കാളി എന്ന്. കേട്ടിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ആരെങ്കിലും ഒന്ന് അഭിപ്രായം പറയൂ നല്ല തക്കാളിയാണെന്ന്. അടുത്തത് ഇന്ദിര KR. നമ്മൾ സമാധാനമായി കിടന്നുറങ്ങാൻ വേണ്ടി രാജ്യാതിർത്തിയിൽ കാവൽ നിൽക്കുന്ന രാജു എന്ന ശാന്തനായ പട്ടാളക്കാരനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഷൈനി എന്ന നിഷ്കളങ്കത്വമുള്ള ആ മിടുക്കി പാചകക്കാരിക്കും ഒരു ബിഗ് സല്യൂട്ട്. കളർഫുള്ളായ ചട്നിയും ചിക്കൻ മോമോസും കാണാൻ നല്ല ഭംഗി. നിങ്ങൾ കഴിക്കുന്നത് കണ്ടപ്പോൾ നല്ല രുചിയുണ്ടെന്ന് മനസ്സിലായി. ഇനിയും ഇതുപോലുള്ള സന്ദർശകർ നിങ്ങളെ തേടിയെത്തട്ടെ, കാത്തിരിക്കുന്നു. അടുത്തത് കവിതാ മോഹൻ. ഹായ് അജു, സരിത, ജഗു. സൂപ്പർ മോമോസ് മേക്കിംഗ്. ഒരു ജാടയും ഇല്ലാത്ത 2 പേര്, പട്ടാളം ചേട്ടനും ചേച്ചി. ഞാൻ ഒരു പട്ടാളക്കാരൻ്റെ മോളും പട്ടാളക്കാരൻ്റെ പെങ്ങളുമാണ്. അതുകൊണ്ട് പട്ടാളക്കാരൻ ചേട്ടൻ എന്ന് കേട്ടപ്പോൾ എൻ്റെ ബ്ലഡ് ഒന്ന് തിളച്ചു. 42 ഇയേഴ്സ് സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ചേട്ടന് ഒരു ബിഗ് സല്യൂട്ട്. അത് ആ ചേട്ടന് 2 വർഷം കൂടി ഉണ്ട്. പക്ഷെ ആൾക്ക് VRF ഒന്നും എടുക്കാൻ ഇഷ്ടമല്ല. ആ സർവീസ് പൂർത്തിയാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്. ആളിപ്പോൾ എവിടെയാന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിലാണ്, ബംഗ്ലാദേശ് അതിർത്തിയിലല്ലേ. അവിടെ എവിടെയാണ് വന്നേക്കാണ്. പോയിണ്ടാവും 28-ാം തീയതി തിരിച്ചു 26-ാം തീയതി തിരിച്ചു പോകുന്നു പറയുന്നത്. പോയിട്ടുണ്ടാവും. പ്രിയാസ്. ഷൈനി ചേച്ചി, ഇവർക്ക് എന്തുണ്ടാക്കി കൊടുക്കണം എന്നാലോചിച്ച് തല പൊഞ്ഞിരിക്കുമ്പോഴാണ് സരിതയുടെ മുഖം ശ്രദ്ധിച്ചത്. ഇവളെ കാണുമ്പോൾ ചെറിയൊരു നേപ്പാളി ലുക്കുണ്ടല്ലോ. ഉടനെ ഷൈനി ചേച്ചി തുള്ളിച്ചാടി കൊണ്ട് പറഞ്ഞു, കിട്ടിപ്പോയി ഉണ്ടാക്കേണ്ട സാധനം കിട്ടിപ്പോയി, മോമോസ്. ആ പട്ടാളക്കാരൻ ചേട്ടൻ ഇന്നസെന്റ് ചോദിച്ചതുപോലെ നാരിയൽക്കാ പാനി ചോദിക്കാഞ്ഞത് മഹാഭാഗ്യം. എങ്കിൽ അജു സരിതയും കൂടി കുഴഞ്ഞു പോയേനെ. ഞാൻ നാരിയൽക്കാ പാനി എന്ന് പറഞ്ഞാലൊക്കെ ഞങ്ങൾക്കറിയാം അല്ല ചേട്ടാ. അതിനുള്ള ഹിന്ദിയൊക്കെ ഞങ്ങൾക്കറിയാം. എനിക്ക് അങ്ങനെ ഹിന്ദിനെ അത്ര ഇതില്ല. യഹ് ക്യാ ഹേ വഹ് കിതാബ് ഹേ യഹ് കലം ഹേ യഹ് കോൺ യഹ് കോൺ ഹേ. ക്ലാസ്സിലാണ് ഇതൊക്കെ പഠിച്ചത്. അതന്നെ പഠിപ്പിച്ചിരുന്ന ഹിന്ദി ടീച്ചർ. വഹ് ക്യാ ഹേ ഹിന്ദി പഠിച്ചിട്ടില്ലേ? അല്ല, അതിങ്ങനെ തിരിച്ച് മുട്ടിച്ച് വഹ് ക്യാ ഹേ. അപ്പൊ ഹിന്ദി പടം അത് കൊറേയൊക്കെ മനസ്സിലാവും. ഓരോ പ്രകടനത്തിന് മനസ്സിലാവും. ഇപ്പൊ തമിഴ് സിനിമ എനിക്ക് തമിഴ് വല്ല കുന്തറിയോ? തമിഴൊന്നും അറിയില്ല. തമിഴ് എത്ര സുഖം മനസ്സിലാവാൻ. ഏതാണ്ട് മലയാളം വാക്കുകൾ തന്നെ മിക്കവാറും സുഖമായിട്ട് മനസ്സിലാവും. പക്ഷെ ഏട്ടാ ഒന്നും മനസ്സിലാവില്ല തമിഴ്. അതാണ് തമിഴ് സിനിമകൾ അങ്ങനെ അധികം കാണാറില്ല. തമിഴ് തിരിച്ച് അങ്ങനെ പറയാനാ. ഹിന്ദിയിലായാലും എന്തെങ്കിലും പറഞ്ഞറിയില്ല. പക്ഷെ ഇംഗ്ലീഷ് ചേട്ടാ വെച്ച് കാച്ചും. അന്ന് ഓസ്ട്രേലിയക്കാരൻ വന്നിട്ട് എന്തായിരുന്നു ആളുടെ അടുത്തുള്ള സംസാരം. ചമ്മലൊന്നുമില്ല. നമ്മളൊക്കെ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാവോ എന്നൊക്കെയുള്ള ചമ്മലും നാണക്കേടൊക്കെയാണ്. ചേട്ടൻ അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ തുന്തുര് പറഞ്ഞു ആ വീഡിയോ കണ്ടിട്ട്, ആ ഒരാഴ്ച ചേട്ടൻ ആ ഓസ്ട്രേലിയക്കാരൻ്റെ കൂടെ താമസിച്ച ചേട്ടൻ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു. കാരണം നമുക്ക് പേടിയില്ലല്ലോ, നമുക്ക് ചമ്മലും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ നീന്തലായാലും ഡ്രൈവിംഗ് ആയാലും അതുപോലെ ഭാഷകളായാലും നമ്മളത് ചെയ്ത് തന്നെ പഠിക്കണമല്ലോ. അല്ലാണ്ട് പുസ്തകത്തിൽ നിന്ന് പഠിച്ചാൽ ശരിയാവില്ല. പറഞ്ഞല്ലേ ശരിയാവാം. ആസ്ട്രേലിയക്കാരൻ ഇനി വരേണ്ട ആള് വരുമ്പോ ആളെ 2 ദിവസം നിർത്തി പഠിക്കാം നമുക്ക്. അടുത്തത് ബിന്ദു സോമൻ. ഷൈനി ചേച്ചി മോമോസ് അടിപൊളി, ഞങ്ങൾ കഴിക്കാറുണ്ട്. കടയിൽ നിന്നും ആവിയിൽ വറുത്തതും വേവിച്ചത് കിട്ടും. പിന്നെ ഷൈനി ചേച്ചി എണ്ണയിൽ വറുക്കുന്നതും ഉണ്ട്. അതും കൂടി കാണിക്കാമായിരുന്നു. സൂപ്പർ മോമോസ് കഴിക്കാൻ കൊതി തോന്നി. പറവൂർ വരെ പോകണം, ആരെങ്കിലും കൊണ്ടുപോകാനും വേണം. സരിത ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ വിളിക്കണം കേട്ടോ. അതായത് കടയിൽ നിന്ന് വാങ്ങിച്ചൂര് കഴിക്കാറുണ്ട്. നമ്മൾ കഴിക്കണപ്പോ കൊതിയായി. ഇനിയിപ്പോ പറവൂർ വരെ പോകണം കഴിക്കണമെങ്കിൽ. അത് വല്ലവരും കൊണ്ടുപോകാനും വേണമല്ലോ. അതാണ് പറഞ്ഞത്. അടുത്ത ദേവി നാരായണൻ. ഹായ് അജു, സരിത, ജഗ്ഗുമോൻ, നിതിൻ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോമോസ് ഉണ്ടാക്കുന്ന വീഡിയോ സൂപ്പറായിരുന്നു. ഷൈനി ചേച്ചിയുടെ അവതരണം നന്നായിരുന്നു. ഷൈനി ചേച്ചിയുടെ
പാചകമായതുകൊണ്ട് അജു അവസാനം വരെ ക്ഷമയോടെ കാത്തുനിന്നു. ഒരു വെപ്രാളവും കാണിച്ചില്ല. നിങ്ങൾ മാത്രമായിരുന്നെങ്കിൽ അജു ആ ചിക്കൻ വേവിച്ചത് മുഴുവൻ ഉപ്പ് നോക്കി തീർത്തേനെ. എനിക്ക് മോമോസ് ഭയങ്കര ഇഷ്ടമാണ്. ഉറപ്പായി ഉണ്ടാക്കി നോക്കാം. ലവ് യു ഓൾ. അതിൽ മുന്നിലേക്ക് നമുക്ക് അധികം വരാൻ പറ്റിയില്ലല്ലോ. അതെ, ചേട്ടൻ ക്യാമറ ഷൂട്ട് ചെയ്യായിരുന്നു. പിന്നെ അവസാനമായപ്പോഴേക്കും നിതിനെത്തി, പിന്നെ നിതിൻ ഷൂട്ട് ചെയ്തു അല്ലേ? അങ്ങനെ ഉണ്ടായ. ഉമാമോഹൻ, അജുവിന് എപ്രാളം കാണിക്കാൻ പറ്റാത്ത വീഡിയോ ആയിപ്പോയി. പക്ഷെ അത് കാണാൻ രസമാണ്. ജഗ്ഗു പരീക്ഷയില്ലേ, നന്നായി പഠിക്കണം. ഞാനും ഇവിടെ ബോറടിക്കുമ്പോൾ ഓരോന്ന് പരീക്ഷിക്കും. അങ്ങനെ മോമോസ് ഉണ്ടാക്കി ഷൈനിക്കും ജവാനും നമസ്കാരം. നമസ്കാരം. അടുത്തത് യുണൈറ്റഡ് ടയേഴ്സ്. ഷൈനി ചേച്ചിയും സരിതയും കണ്ടൽ ചേട്ടത്തെ അനിത്യയും പോലെയുണ്ട്. പ്രത്യേകിച്ച് തുന്തുരുവിൻ്റെ ചായ. അതേ ലാളിത്യം ഷൈനി ചേച്ചിക്കുണ്ട്. ആണോ? പിന്നെ സ്റ്റാർസ് ആൻഡ് ബെൽസ്. ഒരു സോൾജിയറിൻ്റെ വൈഫ് വന്ന് ഉണ്ടാക്കിയ ഡിഷ് പ്ലേറ്റ് ചെയ്തപ്പോൾ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളേഴ്സ്. എന്തൊരു കോയിൻസിഡൻസ്. ഇതൊരു കോയിൻസിഡൻസ് ആണെങ്കിലും അത് രാജു ചേട്ടൻ്റെ മാതൃരാജ്യത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധത മംഗ്ലീഷിൽ എഴുതിയേക്കണത് കൊണ്ടാണ് കേട്ടോ. സോറി. രാജ്യത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും ആയി കാണാതിരിക്കാൻ കഴിയില്ല. ജയ് ഹിന്ദ്, ജയ് ജവാൻ. ശരിയാണല്ലേ, അത് എങ്ങനെയോ സംഭവിച്ചു. ഇതന്നെ ഉണ്ടാക്കിയത് ഭയങ്കര അത്ഭുതമായില്ലേ? അതേ കളറിലെ ചമ്മന്തി വന്നതും. അത് റെഡ് ചട്നി മാത്രം ഉണ്ടാക്കിയാൽ മതി, പച്ച ചട്നി ഉണ്ടാക്കണ്ടെന്നാണ് ഷൈനി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമയമുണ്ട്, ഇതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഇത് പരത്തി ചേച്ചി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം ഞാൻ ചോദിച്ചു, പച്ച ചട്നിക്ക് ഇതിന് ഗ്രീൻ ചട്നി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യം ചോദിച്ചപ്പോൾ ഒക്കെ ഇവിടെ ഉണ്ട്. പുതിനയും മല്ലിയിലയും പച്ചമുളകൊക്കെയാണ് വേണ്ടത്, അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ ഓടിപ്പോയിട്ട് അതൊക്കെ പൊട്ടിച്ചിട്ട് വന്നു. അപ്പം തന്നെ ഉണ്ടാക്കി. അപ്പം അത് പച്ചയും ചുവപ്പും നടുവിൽ ഈ മോമോസും വന്നപ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് പോലെ. അടുത്തത് മായ രാജേഷ്. അജുവേട്ട സരിത മോമോസ് ഉണ്ടാക്കി കഴിഞ്ഞ് പ്ലേറ്റിൽ വെച്ചപ്പോൾ നമ്മുടെ നാഷണൽ ഫ്ലാഗ് പോലെ തോന്നി. കുറേ പേര് അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പട്ടത്തിൽ ശശികുമാർ, ഷൈനി ആൻഡ് അവർ ആർമി ഓഫീസർ, എ ബിഗ് സല്യൂട്ട്. മോമോസ് റെസിപ്പി വാസ് ഇയർ മാർക്കിംഗ് വെൽ എക്സ്പ്ലെയിൻഡ്. സരിത ആൻഡ് ഷൈനി ലുക്സ് ദാറ്റ് ദേ ആർ ഫ്രം എ ഫാമിലി. Aju lost his patience but didn't express in front of the guest. Hope Aju Sarita visit Shiny's house for more North Indian and Angamali recipes. A big thanks to army couples and Aju's family. അടുത്തത് പ്രേമ മലയത്ത്. അജു സരിത നമസ്കാരം. അജുവിൻ്റെ മുഖത്തുള്ള വാട്ടം എന്താണെന്ന് മനസ്സിലായോ സരിതേ? ലേ അജു, എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും എടുത്ത് വായിലിടാൻ പറ്റണില്ലല്ലോ തേങ്ങ എന്നാണ്. സരിതേ, ഷൈനിക്ക് സ്വന്തമായി ഒരു ചാനൽ തുടങ്ങി അതിൽ പാചക റെസിപ്പി ഓരോന്ന് ഇട്ടൂടെ? നല്ലതല്ലേ? കൃഷിയും കാണിക്കാലോ. ഷൈനി നന്നായി സംസാരിക്കുന്നുമുണ്ട്. സരിത പറയൂട്ടോ, മോമോസ് ഇഷ്ടം. ആ ചേച്ചിക്ക് ഒരു ചാനലുണ്ട്. ചാനലിൽ കുറച്ച് വീഡിയോസ് അങ്ങോട്ട് ഇട്ടുണ്ടെന്ന് പറഞ്ഞേ. ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തും കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നത്? മക്കളെ അടുത്തുണ്ടായിരുന്നപ്പോഴാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പം മോനും മോളും UK-ലാണ്. അപ്പോൾ ആൾക്ക് തന്നെ അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്യാനായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. അടുത്തത് ജിജി സാബു. ഇന്നലെ എൻ്റെ ഒരു തീയിടൽ കഴിഞ്ഞുള്ളൂ. ഫയർഫോഴ്സ് വിളിക്കാതെ തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അണച്ചു. തേക്ക് മരം, വാഴ ഒക്കെ നിന്ന് കത്തി. ഉണങ്ങിയ ഇലകൾ. അവിടെ കത്തി. ഞാനതേ കത്തി കഴിഞ്ഞു വിചാരിച്ചാണ് പോകുന്നത്. പക്ഷേ അത് ഒരു തീപ്പൊരി അപ്പുറത്തേക്ക് ചവറിലേക്ക് പടർന്ന് കയറി. ഞാൻ അറിഞ്ഞില്ലേ അത്. അപ്പോൾ ഇനിയോട് ശ്രദ്ധിക്കണം. നമ്മൾ കത്തിച്ച് പോകുന്നു പറഞ്ഞിട്ട് കാര്യം വേനൽക്കാലത്ത് എപ്പോഴായാലും നമ്മൾ കത്തിച്ച് പോന്നിട്ട് കത്തി കഴിഞ്ഞിട്ടൊക്കെ എടുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പോരാൻ പാടുള്ളൂ. കാറ്റ് അതുപോലെയല്ല, നല്ല കാറ്റുണ്ട്. സന്ധ്യ ബിജു. സരിതേ, ഈ ചേട്ടന് വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? ആ ചുണ്ടങ്ങയുടെ ചുവട്ടിൽ കൊണ്ടുപോയി തീയിട്ടിരിക്കുന്നു. അതിനെ കുടിലിൻ്റെ അവിടെ നിന്ന് പറിച്ചു കൃഷിസ്ഥലത്ത് കൊണ്ടുവച്ചു. അത് അവിടെ പിടിച്ചു തുടങ്ങിയപ്പോൾ വഴിയിലാണെന്ന് പറഞ്ഞ് അതിനെ മൂലയ്ക്ക് കൊണ്ടുവച്ചു. എന്നിട്ടും അത് ജീവിച്ച് കാണിച്ചു. അപ്പം അതേ തീയിടുന്നു. ഈ ചെടികൾ പരസ്പരം പറയും, ഇങ്ങനെ കൊണ്ട് തോറ്റു, ഒരു സ്ഥലത്തും ജീവിക്കാൻ സമ്മതിക്കില്ലേ? ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ചേട്ടാ. ഈ ചുണ്ടങ്ങാര ഈ നമ്മുടെ വീട്ടിൽ ഈ നട്ട ചുണ്ടങ്ങാര ജീവിതം എൻ്റെ ജീവിതമൊക്കെ ഏകദേശം സാമ്യം പോലെയാണ്. അതിത് എന്ത് പ്രതിസന്ധി മറികടന്ന് ജീവിക്കുക. അതാണ് ഈ ചുണ്ടങ്ങാര ജീവിതമല്ലേ. ഒരു ശരിക്കും പറഞ്ഞ ആളുകൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അത് ചേട്ടനല്ലേ ചെയ്യണേ? അതന്നെയാണ്. അല്ലാന്ന് ഞാൻ ചെയ്തപ്പോൾ അതിനെ പരമാവധി അതിനെ താത്താൻ നോക്കാണ്. അത് വളരാണ്ടിരിക്കാനുള്ള എല്ലാ പരിപാടികളും ഞാൻ ചെയ്തു കൂട്ടി. അല്ല വളരാണ്ടിരിക്കാൻ കരുതി കൂട്ടി. അല്ലല്ല, ഞാൻ വളരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ
കാണുന്നവർക്ക് വളരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് കൂട്ടുന്നത് മുഴുവൻ. ലാസ്റ്റ് അത് നിറച്ച് കായാണ് അത് ഉണ്ടായിക്കണത്. എന്നിട്ട് ഇപ്പൊ അടിയിലിട്ട് കത്തിച്ചു. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ വാട്ടർ ഇതേപോലെ അടിപൊളിയായിട്ട് ഇതേ കൂമ്പിട് തുടങ്ങി വീണ്ടും. ചുണ്ടങ്ങിയിൽ നിന്ന് കിട്ടുന്ന പാഠം അതാണ്. ജീവിത വിജയത്തിന് ഏട്ടൻ നല്ല ഈ മോട്ടിവേഷൻ ക്ലാസ് ഒന്നും പോണ്ട, എൻ്റെ ചുണ്ടങ്ങിയുടെ ജീവിതം എന്ന് പറഞ്ഞിട്ട് എടുക്ക്. അല്ല അടുത്തത് അടുത്തത് വിൻഡിയുടെ എക്സിറ്റ് അടച്ചു കളയണ്ടായിരുന്നു, ഓപ്പൺ ആയി കിടക്കുന്നതായിരുന്നു നല്ലത്. ഏത് ഇവിടെ പടച്ചില്ല ഇതില്ലേ, അത് നമുക്ക് എല്ലാ പണി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് അടച്ചു കണ്ടപ്പോ ഭയങ്കര എനിക്ക് ആയത് അത് അടച്ച ദിവസം എനിക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങോട്ട് നോക്കുമ്പോ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പോഴും അത് എന്താ അത് ഞങ്ങള് ഇത്രയും താഴ്ച ലോകത്തുണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇത്ര ഹൈറ്റിൽ വന്നപ്പോഴേ ഒരു ബുദ്ധിമുട്ട്. ഭൂമിയിലെ കിടപ്പാണ്. നല്ല മഴക്കാരായി. റിതം ഓഫ് നേച്ചർ. വീട് സൂപ്പറായി വരട്ടെ. സജീവൻ ചേട്ടന്റെ ഐഡിയ നല്ലതായിരുന്നു. കാർ കറങ്ങി വരുന്നത് തിരിയാനുള്ള സൗകര്യം ഉണ്ടായിരുന്നതിൽ സൂപ്പറായേനെ. എല്ലാം ലെവലാക്കി ഒരു ലെവലാകുമോ? അത് അങ്ങനെ വിചാരിച്ചിട്ട് ആക്കിയ, പക്ഷെ ഒരിക്കൽ പോലും കാർ തിരിക്കാൻ പറ്റിയിട്ടില്ല. സ്കൂട്ടർ ബൈക്കൊക്കെ തിരിച്ചു പോവാം. മരണ്ട്, ആ മരം അല്ലെങ്കിൽ മുറിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റി പണിയേണ്ടി വരും, ഇങ്ങനെ വളയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇരിക്കാൻ പറ്റും. പിന്നെ ഇപ്പം തുടനപ്പം അത് അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ. അടുത്തത് നവനീഷ് ഗുരുവായൂർ. 1838 ചുണ്ടങ്ങ തീയിട്ട് നശിപ്പിച്ചു. കഷ്ടം തന്നെ അജുവേട്ട. എന്നിട്ട് സരിത ചേച്ചിയുടെ ഓവർ ആക്ടിങ്. ദൈവമേ, ഓവർ ആക്ടിങ് കഷ്ടം. ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ അപ്പൊ കണ്ടപ്പോഴത്തെ ഒറിജിനൽ എക്സ്പ്രഷൻ ആണ് അത് വന്നത്. ആ പെട്ടെന്ന് ഞാനപ്പോഴീ കാണുന്നത്, നമ്മളപ്പോഴീ കാണുന്നത് കത്തിച്ചു പോകുന്ന കാലത്താണ്. സാറില്ല ചേട്ടാ ചുണ്ടങ്ങിയെന്ന് ചേട്ടൻ പറയാ അടുത്ത് ചെന്നിട്ട്. ഞങ്ങള് അപ്പോഴാണ് കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ല, ഇത് സരിതയും കണ്ടിട്ടില്ല. സരിത വന്നിട്ട് പോലില്ല. ഓവർ ആക്ടിങ് ആയിട്ട് കണ്ടവർക്ക് തോന്നിണ്ടാവാം, അതെനിക്കറിയില്ല. പക്ഷെ ഞാനത് എൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരുന്നു പെട്ടെന്ന് കണ്ടപ്പോഴേ. എനിക്ക് തീയിട്ടത് ഞാൻ അടിയിലേക്ക് ശ്രദ്ധിക്കണില്ല. തീ ചുണ്ടങ്ങ മൊത്തം കരിഞ്ഞു നിൽക്കണതാ കാണാം. അയ്യോ ഇതിനെന്തൊരു വരാ. ഞാൻ പെട്ടെന്നൊരു പുഴുക്കേട് വന്നു. ചുണ്ടങ്ങയ്ക്കൊന്നും പുഴുക്കേട് വരില്ലേ, ഭയങ്കര പ്രതിരോധമുള്ള സാധനമാണ്. പിന്നെ ഇതിനെന്ത് സംഭവിച്ചു വെച്ചിട്ട് പിന്നെ നോക്കിയപ്പോഴാണ് അടിയിൽ തീയിട്ടിട്ട് കരിഞ്ഞൊക്കെ എടുക്കണ കാണുന്നത്. സവായി ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വരുന്ന സാധനമാണ് സവായി. തലേ ദിവസം അജുയേട്ടൻ, സരിതേ നീ ഈ ചുണ്ടങ്ങ കണ്ടാ? ചുണ്ടങ്ങയുടെ അയ്യര് കളിയാണ്. നെക്സ്റ്റ് ഡേ സരിത ചേച്ചി, അയ്യോ ഈ ചുണ്ടങ്ങ ആരാ തീയിട്ടെ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പാലക്ക് കട്ട്ലേറ്റ് ടേസ്റ്റ് കൂടിയോ എന്നൊരു സംശയം. പാലക്ക് കട്ട്ലേറ്റ് ടേസ്റ്റ് ചെയ്തതും കണ്ടു, ചെറിയേട്ടൻ കണ്ടം വഴി ഓടുന്നതും കണ്ടു. എന്തായാലും പാലക്കേൻ്റെ പരിപ്പ് ദാൽ പാലക്ക് വെച്ച് നോക്കൂ, ഇഷ്ടാവും. ചെറിയേട്ടന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഞാൻ ചെറിയേട്ടനും കൂടിയുള്ള ചായയൊക്കെ വെച്ചു. ചെറിയേട്ടൻ ഇവിടെ നിൽക്കുന്ന കണ്ടിട്ടാണല്ലോ ഞാൻ ചായ വെക്കാൻ പോയത്. പക്ഷെ വന്നപ്പോ ചെറിയേട്ടല്ല. പിന്നെ എണ്ണയിൽ വറുത്തായതുകൊണ്ടാണോ എന്ന് അറിയില്ല. ചെറിയേട്ടൻ ഹെൽത്ത് ഇത്തിരി നോക്കണ ആളാണല്ലോ. അപ്പൊ വറവ് സാധനം ആയതുകൊണ്ടാവും ചിലപ്പോൾ ആൾ അവിടെ നിന്ന് പോയെന്ന് തോന്നുന്നു. ഞാൻ 7 വടയാണ് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്തത് മണി രാജേശ്വരി. ഇതൊട്ടും ശരിയായില്ല. ജഗ്ഗുവിന് വേണ്ടി എന്തെങ്കിലും സേവ് ചെയ്യൂ. അതായത് ഇവിടെ ഈ പണി നടക്കുന്നത്. പ്രിയപ്പെട്ട അജു, സരിത ആരെങ്കിലും പറയുന്നത് കേട്ട് ഇങ്ങനെ അനാവശ്യ ദൂർത്തുകളൊന്നും ചെയ്യരുതെന്ന്. ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാട്ടത്. ഇത് ദൂർത്തായിട്ട് പിന്നെ എന്നിട്ടാ ഞാനിതിന് സമ്മതിച്ചോടുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ഇതിന് അത്യാവശ്യം പൈസ വരും. അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കാണ്ട് നിന്നോടനെ. തിണ്ട് വളരെ കുഞ്ഞു തിണ്ടും അതിൻ്റെ എത്ര ഹൈറ്റിൽ ഇത് മൊത്തം അവിടം തൊട്ടിട്ട് ഈ ഫ്രണ്ട് മൊത്തം അവിടം വരയ്ക്കുന്നുണ്ട്. ഗേറ്റും വെക്കണം. അപ്പോൾ കാശ് അത്യാവശ്യം നല്ല പൈസ വരും. അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കാണ്ട്. ഇത് ആവശ്യമുള്ള അത്ര അത്യാവശ്യമില്ല. ഇതിപ്പോൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ആവശ്യമുള്ള സാധനമല്ലല്ലോ എന്നിട്ട് അങ്ങനെ നിന്നോടനെ. പക്ഷെ ഇതിപ്പോൾ തിണ്ട് ഇത്ര ഹൈറ്റ് വന്നപ്പോൾ ഇനി നമുക്ക് ഇത് മെറ്റൽ കുറച്ചെടുക്കണ്ടോ. അതുകൊണ്ട് വിചാരിച്ചതിനേക്കാളും പകുതിയേക്കാളും പൈസ കുറയും. 2.5 അടിക്കേ വേണ്ടോ? അത് ഒരു വൻ ലാഭമാണിത്. അങ്ങനെ ഒരു ലാഭം ഉണ്ടായി. പക്ഷെ ഭംഗി ഉണ്ടാവില്ല. ഭംഗി ഉണ്ടാവില്ല. നീ നോക്കിക്കോ. ഭംഗി കുറയും. പക്ഷെ ഇത് എന്തിനാണെന്നുള്ളൊരു കാരണമുണ്ട്. അത് നമ്മൾ പറയുന്നുണ്ട്. അത് പിന്നെ നമുക്കത് ഇനി കഴിയട്ടെ.
പ്രേമമലയത്ത് ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ സരിതേ, എന്തിനാ വേണ്ടാന്ന് വെക്കണേ. എന്നാൽ എൻ്റെ അജു ആ ചുണ്ടങ്ങ ചെടി സഹിച്ചതിനൊരു കണക്കില്ല. ഇപ്പം അതിൻ്റെ ചുവട്ടിൽ തീയും പാവം. അതിന് ഇനിയും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും അല്ലേ. നല്ല നാടകം കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അങ്ങനെ കിളക്കൽ അതോടെ നിന്നു. ചായ ഉണ്ടാക്കാനോ ചമ്മന്തിക്കോ നിൽക്കാതെ അജു തീറ്റ തുടങ്ങി. അടുത്തത് ധന്യ ദിലീപ്. ഈ നാടകം NGO മത്സരത്തിൽ തിരുവനന്തപുരത്ത് ഞാൻ കണ്ടതാണ്. വള്ളത്തിൽ നടക്കുന്ന കഥ. അതെ, വള്ളത്തിലാണ് കഥ നടക്കുന്നത്. അവസാനം കുട്ടി ജനിക്കുമ്പോൾ 6 വിരൽ, വെള്ളക്കാരൻ 6 വിരൽ ഉള്ളയാളാണ്. ഇത് ഒരു അന്താരാഷ്ട്ര നാടക മത്സരത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ നാടകമാണ് എന്ന് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. അന്നേ ഈ നാടകം വളരെ മോശമായിരുന്നു. പക്ഷേ ഇതിൻ്റെ സെറ്റ് എങ്ങനെയല്ല, NGO കളിച്ചപ്പോൾ നല്ല സെറ്റായിരുന്നു. സെറ്റൊക്കെ വളരെ നല്ല സെറ്റാണ്. അടിപൊളി വഞ്ചി. ആ ഭരത് മുരളി തിയേറ്ററിലായിരുന്നു അത്. വലിയ സ്റ്റേജ് അല്ലേ, വലിയ തിയേറ്റർ, വലിയ സ്റ്റേജാ. ആ സ്റ്റേജിന്റെ ആറ്റത്തോട്ട് വഞ്ചി, ചരക്കുകള് കയറ്റണതും ഇറക്കണതും ഒക്കെ ഒരു അവര് തുഴയണതും ഒക്കെ നമുക്ക് ഒരു കായലികോടെയും അല്ലാതികോടെയും പോണ ഫീൽ ചെയ്യും. പക്ഷേ അതിന്റെ പ്രമേയായാലും ആ സ്റ്റോറി ആയാലും മോശമല്ല പറയണേ. അതൊരു സ്കൂൾ നാടകത്തിന്റെ ആ നിലവാരമുള്ളൂ ആ കഥയ്ക്ക്. ഒരിക്കലും ഈ ഒരു ഇറ്റ്ഫോക്കിനൊന്നും കളിക്കാൻ പറ്റുന്ന നാടകമേ അല്ല. തണുത്ത ഇറ്റ്ഫോക്കിലത്തെ നാടകങ്ങളൊക്കെ കണക്കൊക്കെ മോശം. എല്ലാവരും അഭിപ്രായം വളരെ വളരെ മോശം. അടുത്ത് രഞ്ജിനി പ്രസാദ്. ഗുഡ് മോർണിംഗ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോ ഇവിടെ അടച്ചു, ഇനി ഏറുമാടത്തിന്റെ പണി തുടങ്ങുമ്പോൾ വീണ്ടും അടച്ച മതിൽ പൊളിക്കേണ്ടി വരുമോ? എന്തായാലും അടിപൊളിയായി. പുറകിൽ ഭംഗിയാക്കിയാൽ പോരല്ലോ, മുൻവശവും ഭംഗിയാവണ്ടേ. അടിപൊളി. സരിത ചേച്ചിക്ക് പാചകം ചെയ്യുമ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ കുറച്ച് ചുറ്റി വളഞ്ഞ് പറമ്പിലെത്തണം. കറക്റ്റ്. കൂടെ സുഖമായിട്ട് കിടക്കായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ പോകണം. ഏറുമാടം പിന്നെ 3,000 കുഴപ്പമുണ്ടാവില്ലേ എന്ന് വിചാരിക്കുന്നു. അത് പൊളിക്കേണ്ടൊന്നും വരില്ല, പൊളിക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ മാറ്റങ്ങൾ സംഭവിക്കണല്ലോ ഇവിടെയൊക്കെ ഓരോന്നോരോന്ന്. നമ്മൾ കുറച്ച് നമുക്ക് ഒരു വഴിയുള്ള ഒരു ഗേറ്റുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ പോകണ്ടേ. എന്തേ അതന്നെ അന്ന് പണിയുമ്പോ അങ്ങനെ പണിത് വെച്ചെങ്കിൽ അങ്ങനെ തിണ്ട് ഇങ്ങനെ കെട്ടിയാന്. അപ്പൊ ഇത് ഇവിടെ തിണ്ട് അവിടേക്ക് എത്തിച്ചിട്ടുണ്ടോ, അങ്ങനെ ആയിരിക്കും അന്ന് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സജീവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഇത് ചെയ്തു എന്ന് മാത്രം. അടുത്തത് സതീശൻ. അജു ഒരുപാട് നാൾ കഷ്ടപ്പാട് അനുഭവിച്ചതിൽ ഇപ്പോൾ സന്തോഷമല്ലേ. നാട്ടിൽ നിൽക്കാം, സരിതയുടെ പിന്നാലെ മണ്ടത്തരം പറഞ്ഞ് നടക്കാം. കൊതിയാവുന്നു. പക്ഷെ കുടുംബം ഒന്ന് സ്റ്റഡി ആകട്ടെ എന്ന് വിചാരിച്ച് പിടിച്ചു നിൽക്കുന്നു. എന്നാലും സന്തോഷം. ഞാൻ നാട്ടിലില്ല, സൗദിയിലാണ്. കുറേ വർഷമായി. സോറി. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകും. സോറി പറഞ്ഞപ്പോ എല്ലാം ശരിയാവും കേട്ടാ. കുടുംബത്തോടൊപ്പം നിൽക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരും കുടുംബം ഒന്ന് സ്റ്റഡി ആയിട്ട് ഒന്ന് കടങ്ങളൊക്കെ ഒന്ന് വീട്ടി കുറച്ച് ബാങ്ക് ബാലൻസ് ആക്കിയിട്ട് ഇങ്ങോട്ട് പോരാ. ഒരു 5 കൊല്ലം അവിടെ നിന്നതൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് പോരാം. അങ്ങനെ വിചാരിക്കും. 5 10 ആവും, 10 20 ആവും, 20 30 ആയി. അങ്ങനെ ജീവിതകാലം അവിടെ നിൽക്കേണ്ടി വരും. കുറേ പേരുടെ കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. തുന്തുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. കാരണം അച്ഛനമ്മയ്ക്കും വയസ്സായി തുടങ്ങി. അവർക്ക് ഇടയ്ക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ എന്നെയാണ് വിളിക്കുക. പിന്നെ ചക്കരല്ലേ ഉള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനത്തെ കാര്യങ്ങൾ ഞാനാ ചെയ്യുക. അപ്പോൾ അവനായാലും പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ഒരു സമാധാനക്കേടാ. പിന്നെ നാട് മിസ് ചെയ്യണത് വേറെ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് അവനും ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പം തുടങ്ങിയതൊക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കാമെന്ന് അവൻ വിചാരിക്കണം. നല്ലപോലെ ഓർഡറുകളുണ്ട്. പിന്നെ എപ്പോൾ വേണമെങ്കിലും അവന് പോവാം തിരിച്ച്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതൊന്നും ശരിയാവണില്ല അങ്ങനെ തോന്നിയാലും പോവാം ആൾക്ക്. കുറേ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് പിന്നെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും അങ്ങനത്തേക്ക് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. കുടുംബത്തിനോടൊപ്പം നിൽക്കാന്ന് പറയണത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം, സന്തോഷം. പക്ഷെ ചിലവരുടെ അവസ്ഥ കാരണം പറ്റില്ല. മേഴ്സി ജേക്കബ്. വളരെ നല്ല നാടകമാണ് 6 വിരലുകൾ. നിങ്ങൾ ഇപ്പോഴും പഴയ നാടകകാലത്താണ്. ഇതിൽ നല്ല മെസ്സേജ് ഉണ്ട്, മാത്രമല്ല നല്ല അവതരണവും. ഇതൊക്കെ നാടകം എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആൾക്ക് നാടകം കാണാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ വഴി ഇതെങ്കിലും കാണാൻ പറ്റി. ദൈവമേ, ഫിസിക്സ് പരീക്ഷയുടെ ഗതി എന്താവും ജഗ്ഗു? പോയി പഠിക്കടാ. ഇന്ന് ഫിസിക്സ് ആണ് ലോകം ഭരിക്കുന്നത്, മാത്സ് അല്ല. ഞാൻ റിട്ടയർഡ് ഫിസിക്സ് ടീച്ചറാണ്. ഇത് മോശം നാടകം എന്നല്ല പറഞ്ഞേ. 6 വിരലുകൾ ഒരു അന്താരാഷ്ട്ര നാടകോത്സവത്തിന് കളിക്കാൻ പറ്റിയ ഒരു അമേച്ചർ നാടകമല്ല അത് എന്നാ പറഞ്ഞു. സ്കൂൾ ലെവലിൽ കളിക്കാൻ പറ്റിയ, മത്സരത്തിനൊക്കെ കളിക്കാൻ പറ്റിയ നാടകമാണ്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നാടകമാണ്. അത്രേ ഉള്ളൂ. അടുത്തത് മീന സുരേഷ്.
സരിത അജുവിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. അജു സരിത ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലേ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ഇനിയെങ്കിലും ആഗ്രഹത്തിനനുസരിച്ച് അജു സന്തോഷമായി ജീവിക്കട്ടെ. സരിതയും ജഗുവും കട്ടയ്ക്ക് കൂടെ നിൽക്കൂ. അത് ഇവിടെ കെട്ടണമെന്ന് ഞാൻ എതിർത്തല്ലോ, അതിനെയാണ് പറയണേ. ഹാപ്പി ലൈഫ് ആ നാടകത്തിലെ മൊട്ട സിനിമയിലുള്ള ആളാണോ? അതെ, സിദ്ധാർത്ഥ ശിവ കുറെ സിനിമകളിലുണ്ട്. സിനിമാ ഡയറക്ടറാണ്. 100 ചോദ്യങ്ങൾ അല്ലേ, ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളല്ലേ. 100 ചോദ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൊരു കുട്ടികളുടെ പടം ഉണ്ട്, അതിന്റെ ഡയറക്ടറാണ്. പിന്നെ നിവിൻ പോളിയുടെ സിനിമയില്, സത്യന്തിക്കാന്റെ സിനിമയില്, മറ്റേ നിവിൻ പോളി മറ്റേ കടൽ തീരത്ത് പടത്തിന്റെ പേര് അയ്യോ നമിത പ്രമോദ്. അയ്യോ, പിന്നെ ഈ പൃഥ്വിരാജിന്റെ പടത്തില് പൃഥ്വിരാജിന്റെ ഡാറിന്റെ പറ്റിനാമ അങ്ങനെ അല്ല, എന്നിട്ട് വേറൊരു പടം ഒരു പ്രേതം 2 സിനിമയിലുണ്ട് ജയസൂര്യയുടെ. കുറെ സിനിമകളുണ്ട്. നല്ല രസാളുടെ അഭിനയം. ശരിക്കും അടൂർ ബാസിനെ പോലെ തോന്നി. അതേപോലത്തെ ശബ്ദമാണ് മെയിനായിട്ട്, അടൂർ ബാസിയുടെ ശബ്ദമാണ് ശരിക്കും. അജു ഏട്ടന് തീരെ ശ്രദ്ധയില്ല. ഈ വേനൽക്കാലത്ത് ആരെങ്കിലും തീ കത്തിച്ച് തിരിഞ്ഞു നോക്കാതെ പോരുമോ? വേഗം കത്തിപ്പിടിക്കില്ലേ? ആ ചുണ്ടയും കഴിഞ്ഞ വീഡിയോയിൽ കണ്ണു വെച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അത് കരിഞ്ഞു പോകുന്നു. ഇതിപ്പോൾ സ്വയം കരിഞ്ഞില്ലേ? അത് കരിച്ചു കളഞ്ഞല്ലോ മനുഷ്യ. പിടിച്ചു കയറണ്ട, ഞാൻ കടയ്ക്ക് നന്നായി നനച്ചു കൊടുത്തു. അടുത്തത് സുധാകരൻ നായർ. യൂട്യൂബ് ഇൻകം ആണല്ലോ, എന്തും ചെയ്യാം. അധ്വാനിച്ച് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. വേറെ പറഞ്ഞത് അധ്വാനമല്ലെന്ന്. ഈ യൂട്യൂബിലൊരു വീഡിയോ ഇടാനായിട്ട് ചേട്ടൻ ഒരു ദിവസം നമ്മുടെ ഒപ്പം വാ, ഒരു വീഡിയോ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ കമൻറ്റ് വായന കുഴപ്പമില്ല. കമൻറ്റ് വായന ഞങ്ങൾ ട്രൈപോഡുമ്പോൾ വെച്ചിട്ട് സാധാരണ പോലെ ഇവിടെ ഇരുന്ന് വായിച്ചിട്ട്, അതായത് നിങ്ങൾ അത്രയേറെ പരിഗണിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് കമൻറ്റ് വായന. ഇതിപ്പോൾ വായിക്കാണ്ടിരിക്കാൻ ഞങ്ങൾക്ക് വേറെ വീഡിയോ എടുക്കാൻ നല്ലത് ശരിക്കും പറയണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ കമൻറ്റ് വായന എടുക്കുന്നത്. ഒരു ദിവസം ഞങ്ങളൊപ്പം വാ, അപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്തോരം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഇവിടേക്ക് മറ്റേ നമ്മുടെ അങ്കമാലിയിൽ നിന്ന് ഇപ്പോൾ ഈ ചേച്ചി വന്നില്ലേ, ഷൈനി ചേച്ചി വന്നില്ലേ, അവർക്ക് മനസ്സിലായി ഒരു പാചക വീഡിയോ ഇവിടെ എടുത്തപ്പോൾ എന്തോരം പണിയെടുത്തു എന്ന് മനസ്സിലായി. വെറും 1 മണിക്കൂർ കൊണ്ട് 1/2 മണിക്കൂർ കൊണ്ട് കഴിയുന്ന സാധനം 3 മണിക്കൂർ കൊണ്ടാണ് അവസാനിക്കുന്നത് വീഡിയോ. എല്ലാവരും വയ്യാണ്ട് എത്ര പേര് എടുക്കണത്. അപ്പൊ അവർക്ക് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തളരും. അപ്പൊ ആ ചേച്ചിക്ക് വയ്യാണ്ടായി അപ്പോഴേക്കും ഒരു നേന്ത്രപ്പഴം ജഗ്ഗു വേഗം ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് ആള് നിന്നെ. പിന്നെ അത് കഴിഞ്ഞ് വശം തന്നെ അവർ പോയിട്ടാ. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഈ കൊണ്ടുവന്ന പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ച് അത് കഴുകലും കാര്യങ്ങളും ഞങ്ങൾക്ക് പിന്നെയും പണി. ഞങ്ങൾ 4 പേരാണ് ഈ ഒരു വീഡിയോക്ക് വേണ്ടി പണിയെടുക്കുന്നത്. 4 അല്ല 5 പേര്, നിതിനടക്കം 5 പേര്. അത് പണിയെടുത്ത് വയ്യാണ്ടായി. കാരണം വെച്ചാൽ ഭക്ഷണം കഴിക്കുന്ന സമയം 2:30 ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ 2 മണിയായി. 12 മണിക്ക് തുടങ്ങിയതാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഒപ്പം ചേട്ടനില്ലേ, ആളെ ഞങ്ങൾ സുധാകരൻ ചേട്ടനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ഒപ്പം ഒരു വീഡിയോയിൽ പങ്കെടുക്കും. അതൊന്ന്. പിന്നെ ഈ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണെങ്കിൽ ഇങ്ങനെ കളയില്ല എന്ന് പറയണു. ആളുകൾ മതിൽ കെട്ടുണ്ട് വീടിൻ്റെ ചുറ്റും. അപ്പോൾ അവരൊക്കെ അധ്വാനിക്കാണ്ട് വെറുതെ കിട്ടുന്ന കാശ് കൊണ്ടാണോ മതിൽ കെട്ടണത്? വെറുതെ കിട്ടുന്ന കാശ് കൊണ്ടാണോ വീട് പണിയണത്? അങ്ങനെയല്ല, പറഞ്ഞ അർത്ഥമൊന്നുമില്ല. നമ്മൾ ഈ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അളമാരിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എടുത്തു വെച്ചിട്ട് എന്തൊരു പ്രയോജനം? ഇതിപ്പോ എത്ര പേർക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ. അങ്ങനെയുണ്ട് കേട്ടാ. അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ആണെങ്കിൽ ആൾക്കാർ എടുത്തു വെക്കും. അങ്ങനെ അതിൽ കാര്യമില്ല. നമ്മുടെ മക്കള് ദൂർത്തടിച്ച് നശിപ്പിക്കും അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ. വെറുതെ കിട്ടുന്ന പൈസ അനാവശ്യമായിട്ട് ചെലവഴിക്കും. അധ്വാനിച്ച് കിട്ടുന്ന പൈസ നമ്മൾ സൂക്ഷിച്ച് ആളന്മാരെ സൂക്ഷിച്ചു വെക്കും എന്നുള്ള ധാരണ തെറ്റാണ്. ആ ചേട്ടാ ഒരു കമന്റ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ. കഷ്ടം, അനിലൻ ചേട്ടൻ അധ്വാനിച്ച് കാശുണ്ടാക്കുന്ന ആളാണ്, അല്ലാതെ നിങ്ങളെപ്പോലെ ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ആളല്ല. അങ്ങനെയും കൂടി ആൾ ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, അനിലൻ ചേട്ടൻ പണിക്ക് പോയിട്ട് 2 വാഗൺ ഒരുമിച്ച് വെച്ച് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു രാത്രിയില് പോയി പണിയെടുത്തിട്ട് വരുന്നത്. അപ്പൊ അനിലൻ ചേട്ടൻ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ്, ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ആളല്ലാന്ന്. അപ്പൊ നമ്മൾ ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുകയാണെന്നാണോ ചേട്ടൻ പറഞ്ഞത്? എന്താ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയണം? അല്ല, ഈ വീഡിയോയുടെ തുടക്കം എത്ര പേര് പറഞ്ഞു അവരുടെ മനസ്സിനെ എത്ര സന്തോഷിപ്പിക്കുന്നുണ്ട് നമ്മള്. അത് എളുപ്പമുള്ള കാര്യമല്ല, ആളുകളെ സന്തോഷിക്കും. നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞതാണ്. ഇപ്പോ അങ്ങനെയൊക്കെയാണ് ചേട്ടനെ പറ്റിക്കുന്നുണ്ട് ഞങ്ങളും തോന്നുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോ കാണാത്രേ ഉള്ളൂ. അല്ല, ഇക്കണക്കിന് ജഗതി ഇവരൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ട് ആളുകളെ സന്തോഷിക്കലും ചിരിപ്പിക്കലും കാര്യങ്ങളൊക്കെയാണ് അവരൊക്കെ ആളുകളെ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത്. എനിക്കറിയില്ല. അവരുടെയൊക്കെ ജീവിതം അങ്ങനെ തന്നെയാണ്. എല്ലാം ജനങ്ങളിലാണ് അല്ല എന്ത് സാധനവും. ആളുകൾ സിനിമ കാണണം, എന്നാലല്ലേ സിനിമ വിജയിക്കുള്ളൂ, പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടുള്ളൂ. ബാക്കി ആ
സിനിമയിലുള്ള എല്ലാ ആളുകളെയും സംബന്ധിച്ച് അവരുടെ വേതനം, അവരുടെ സാലറി കിട്ടിക്കഴിഞ്ഞു. ഡയറക്ടർക്കായാലും അതിൽ അഭിനയിക്കുന്നവർക്കായാലും ലൈറ്റ് ബോയ്സ് ആയാലും എല്ലാ ആളുകൾക്കും പൈസ കൊടുക്കുമല്ലോ. പക്ഷെ സിനിമ ഇറങ്ങിയിട്ട് അത് തിയേറ്ററിൽ ഓടിയാലാണ് ഈ മുടക്ക് മുതൽ അതിന്റെ ലാഭം ഉണ്ടെങ്കിൽ അതും പ്രൊഡ്യൂസർക്ക് വരുള്ളേ. അപ്പം അത് ജനങ്ങൾ കാണണം, തിയേറ്ററിൽ എത്തണം, നമ്മൾ കാണണം. നമ്മളിപ്പോൾ 150 രൂപ കൊടുത്തൊരു ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടു, നമ്മൾക്കത് എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മളുടെ ആ ഒരു 2 മണിക്കൂർ നമ്മളൊന്നൊരു ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു, നമ്മൾ പടം കാണുന്നു. അതുകൊണ്ട് കുറേ പേരെ ജീവിതം കഴിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ യൂട്യൂബ് വീഡിയോ എന്ന് അന്ന് വിചാരിച്ചിട്ട് അവർ വെറുതെ ഇരുന്ന് കാശുണ്ടാക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അല്ല, ഈ പറയുന്ന ആള് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ നമുക്ക്. അപ്പം ആളുകൾ കാണട്ടെ. അത് പലരും പറയുന്ന കാര്യങ്ങളാണ്, അവർക്ക് എളുപ്പമാണ് എന്ന് പറയും. യൂട്യൂബിൽ നിന്ന് വെറുതെ ഇങ്ങനെ കാശ് കിട്ടല്ലേ, അപ്പൊ തോന്നിയ പോലെ ഇങ്ങനെ അങ്ങനെ നശിപ്പിക്കാലോ ഇരുന്നിട്ട് എന്ന് പറയും. അത് തോന്നലാണത്, എളുപ്പമല്ലത്. അടുത്തത് PVM റൂംസ്. അവിടെ ചെളിയല്ലാത്ത സരിതയുടെ ഭാഗ്യം. ചെളിയാണെങ്കിൽ സരിതയെ പിന്നെ കാണുവാൻ സാധിക്കുമായിരുന്നോ? ഈശ്വര, അജുവിൻ്റെ ഒരു കാര്യം. അതും കിട്ടാ. ചേട്ടൻ എൻ്റെ കഴുത്തിൽ മറ്റേ കയറ് ഇതാക്കിയിട്ട് ചെളിയിൽ ചവിട്ടി താഴ്ത്തണ, ശരിക്കും ചെളിയാണ്, ഞാൻ ചെളിയിൽ ചവിട്ടി താഴ്ത്തണെന്ന് കാണിച്ചിട്ട് എന്നെ ചവിട്ടി താഴ്ത്തിയ വഞ്ചിയില് മറ്റേ ഈ സിദ്ധാർത്ഥ ശിവ മറ്റേ വഞ്ചിക്കാരനെ കൊല്ലണതില്ലേ, ഞാൻ ചവിട്ടി താഴ്ത്തുന്നില്ലേ. റിസ്മി ഹായ് ചേട്ടാ. ചേച്ചി കുറച്ച് ദിവസമായി വീഡിയോ കാണാറില്ലേ? പ്രഗ്നൻ്റ് ആണ്, കിടപ്പ്, ഛർദിയായിരുന്നു. ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പൈസ ഉണ്ടായിട്ട് എല്ലാം നടത്താം എന്ന് ചിന്തിക്കുന്ന വിഡിത്തമാണ്. ഒരു ജീവിതമല്ലേ ഉള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള പോലെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കൂ. എല്ലാവരും ബോധ്യപ്പെടുത്തി ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് പ്രതിസന്ധികളെ കുറിച്ച് നിങ്ങൾ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ. ഇനി കുറച്ചൊക്കെ ആഗ്രഹങ്ങൾക്കനുസരിച്ചും ജീവിക്കാം. ജീവിതം ദൈവം വളരെ മനോഹരമാക്കി തരട്ടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ചിലപ്പോ ഈ ചെയ്യുന്നത് തെറ്റായിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോ അബദ്ധമായിരിക്കാം, ചിലപ്പോ അത് നല്ലതായിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബാക്കിൽ ഇത് വെച്ചപ്പോ എന്നെ ചേട്ടന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് സജീവൻ വെച്ചത് കണ്ടപ്പോ പിന്നെ ചേട്ടൻ എന്നു എന്തൊരു ഭംഗി അവിടെ കാണാൻ. നമ്മുടെ ഇവിടെ വെച്ചാലേ സരത്തെ ജാതി ഭംഗിയായിരിക്കും, ജാതി ലുക്കായിരിക്കും എന്ന് പറയും. ഞാനപ്പോ അതിങ്ങനെ കേൾക്കാത്ത പോലെ ഇങ്ങനെ ഇരിക്കാറ പതിവ്. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് സജീവൻ അധ്വാനിക്കാണ്ട് ഉണ്ടാക്കണ പൈസ അല്ല, സജീവൻ പണിസ്ഥലത്ത് രാവും പകലും പണിയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാശ ഇതാണ്. അതൊക്കെ ചെയ്തേക്കണ അത്യാവശ്യം നല്ല പൈസ. അപ്പൊ നേരത്തെ ഒരു മറുപടിയാണ് അവൻ അങ്ങനെയാണ് കാണിക്കുന്നത് കൊണ്ട് അത് നമുക്ക് വരില്ല. സജീവന്റെ വീതി കൂടുതലുള്ളവരെ കണ്ടമാനം ഏരിയ വന്നിട്ട് പൈസ കണ്ടമാനം വന്നിട്ടുണ്ട് സജീവൻ. അടുത്തത് ജെമിനി അച്ചു. എൻ്റെ ദൈവമേ, വാവ്, എന്തൊരു ഒറിജിനാലിറ്റിയാണ് ആ ലോറിക്ക്, ആ കുട്ടി ലോറി സ്റ്റെഫിൻ. സമ്മതിക്കണം, മിടുക്കനാണ്. അജു ബ്രോ, സാരമില്ല, വിഷമിക്കേണ്ട. എല്ലാ വിളകളും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ. ഒരപ്പനും അമ്മയ്ക്കും 5 മക്കളുണ്ടെങ്കിൽ 5 പേര് 5 തരത്തിലല്ലേ ഉണ്ടാവും. ബുദ്ധി കൊണ്ടും സ്വഭാവം കൊണ്ടും ഷേപ്പ് കൊണ്ടും ഒക്കെ മാറ്റില്ലേ. അതുകൊണ്ട് സാരമില്ല. ഇതിലപ്പുറം ചാടി കടന്നവനാണ് അജു ബ്രോ. പിന്നെയാണ് ബ്രൊക്കോളി ഉണ്ടായത്. ബ്രൊക്കോളി അപ്പൊ ഇതിലെ വയ്ക്കുള്ളൂ, വെയിലത്ത് വല്ലാണ്ട് വെയിൽ കൊള്ളിയാൻ പാടില്ല, താങ്ങാൻ പറ്റില്ല. പ്രിയ ജോഷി, നല്ല ഭംഗി, കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. കളിപ്പാട്ടം കാണുമ്പോൾ കുട്ടിയാവുന്ന അജു എൻ്റെ സരിത, ഒപ്പം ഞാനും. കഴിവുള്ള ആളുകളെ നിറഞ്ഞ മനസ്സോടെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് ഒത്തിരി സന്തോഷം തോന്നിയിട്ടോ. എല്ലാത്തിലും വലുത് ഒരു കുഞ്ഞു കാര്യമായാലും അതിലും നിറഞ്ഞ മനസ്സോടെ സന്തോഷിക്കാൻ പറ്റുന്നു. ഒരു ചെറിയ കാര്യമല്ല അത്. എന്നത്തെയും പോലെ തന്നെ സ്നേഹം, സന്തോഷം ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന പ്രാർത്ഥന. സന്തോഷം. അടുത്തത് KA ജോയ് കള്ളിക്കാടൻ. ജഗ്ഗുവിൽ ഒരു സൂപ്പർ ബ്ലോഗർ ഒളിഞ്ഞിരിപ്പുണ്ട്, കൂമ്പ് എടുത്തിട്ട് വേണം മാറ്റി കുഴിച്ചിടാൻ. ഉരുളക്കുപ്പേരി. അഭിനന്ദനങ്ങൾ ജഗ്ഗു, ഇന്നത്തെ മാൻ ഓഫ് ദ എപ്പിസോഡ് ജഗ്ഗു തന്നെ. അടുത്തത് എവിടേക്കാണ്? ജഗ്ഗു പ്രയാഗി ഉണ്ട് ഇവിടെ. ശരി. ആൻസ്, God's gifted talent Stephen is really a brilliant boy. God bless him with many more success and achievements ahead. ബ്രൊക്കോളിയുടെ സ്റ്റോറി കണ്ടപ്പോൾ സങ്കടമായി പോയി. ഫെയിലിയർ ലീഡ്സ് ടു സക്സസ്, മസ്റ്റ് ട്രൈ അഗെയിൻ. കളക്ഷൻ ഓഫ് എഗ്സ് കണ്ടപ്പോൾ അജു ആൻഡ് സരിത സന്തോഷമായി. നിങ്ങളുടെ വീട്ടിലെ എഗ്സ് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ശരി, ബൈ. അടുത്ത രഞ്ജിത്ത് മേനോൻ. ഹായ്, നമസ്കാരം അജു. ഒരു ഗ്രീൻ ഹൗസ് ഉണ്ടാക്കൂ. ഇറ്റ് റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. അതിലൊരു കൂളർ വയ്ക്കുക. ഉച്ചയാകുമ്പോൾ ഓണാക്കുക. ബ്രൊക്കോളി, കോളിഫ്ലവർ, കേബേജ് എക്സെട്ര ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, കോളിഫ്ലവറിൻ്റെ ഇല ഉപ്പേരി ഉണ്ടാക്കാൻ ബെസ്റ്റാണ്. കൂടെ ഉരുളക്കിഴങ്ങും കൂട്ടി. ഈ ഇല നല്ല വാസനയാണ് ചൂടാക്കിയാൽ. പക്ഷേ ഇതിൻ്റെ ഇല സോഫ്റ്റ് ആവില്ല, അതുപോലെ തന്നെ പെട്ടെന്ന് കളറും പോവും. അങ്ങനെ. ആനീസ് ടേസ്റ്റ് ബഡ്സ്.
സ്റ്റെഫിൻ ഹാസ് എ ഗ്രേറ്റ് ടാലൻറ്റഡ് ബോയ്. പച്ചമുളക് ഉണ്ടായി എത്ര ദിവസം കഴിഞ്ഞാണ് പറിക്കാൻ പറ്റുക? അതുപോലെ തന്നെ വേപ്പിലേക്ക് പൊക്കം വയ്ക്കാൻ മുകളിലാണോ കിള്ളി കൊടുക്കണ്ടേ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ? വേപ്പില ഇത് ഒടിച്ചെടുക്കുക ചെയ്യുക നമ്മൾ. വേപ്പില ഇപ്പോൾ ഇങ്ങനെ ചില്ലകൾ ഇങ്ങനെ പോയിട്ടില്ല, അപ്പോൾ നമ്മൾ ഒരു ഒടിച്ച് എടുക്കുക. അതായത് ഇലകൾ ഓരോന്നോരോന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയല്ല ചെയ്യുക. ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറേ ചില്ലകളാണ് വരും. അതാണ് അതിൻ്റെ രീതി. ഉയരെത്തിയതിന് ശേഷം മാത്രം ഒടിക്കാട്ടാ, അടിയിലിനെ ഒടിക്കുക. പച്ചമുളക് പിന്നെ മൂപ്പ് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് ഒരു നല്ല പച്ചയും പിന്നെ ഡാർക്ക് ആവും. പിന്നെ നന്നായി മൂത്തൊന്ന് നോക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു നോക്കാം. ഹെൽവിൻ, അജുവേട്ട സരിതേച്ചി ജഗ്ഗു നമസ്കാരം. കുറേ ദിവസമായി കമന്റ് ഇടാൻ സാധിക്കാറില്ല. പിന്നെ നിങ്ങളുടെ വീഡിയോ കണ്ടാൽ കമന്റ് ഇടാൻ മറന്നുപോകും. ആ പയ്യൻ ഒരു ബിഗ് സല്യൂട്ട്. ആദ്യം ലോറി കണ്ടപ്പോൾ ഞാൻ കരുതി വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന ലോറിയാണെന്ന്. പിന്നീടാണ് അത് ഒറിജിനൽ അല്ലാന്ന് മനസ്സിലായത്. നല്ല ക്ഷമയും ബുദ്ധിയും അതിനോടുള്ള താല്പര്യവും ഒരുപോലെ വേണ്ട ഒരു മേഖലയാണ്. അടിപൊളി. പിന്നെ അജു ഏട്ടനെ ബ്രൊക്കോളി ചതിച്ചതാണ് കേട്ടോ. ചേട്ടന് നല്ല വിഷമമുണ്ട്. നല്ലപോലെ പണിയെടുത്ത് അതിൽ നിന്നൊരു ഫലം ആരായാലും പ്രതീക്ഷിക്കും. എന്തായാലും നല്ല കഴിവുള്ള കുട്ടിയേട്ടാ. അടുത്തത് രമാദേവി ഗോപാലകൃഷ്ണൻ. സരിതാജു, ബ്രൊക്കോളി ഒരു ശീതകാല പച്ചക്കറിയാണ്. ഡിസംബറിലെങ്കിലും വിളവെടുക്കാൻ പാകത്തിൽ നടണം. പിന്നെ ആദ്യത്തെ ബ്രൊക്കോളി വിളവെടുത്തു കഴിഞ്ഞാൽ ചെടി നശിപ്പിക്കാതിരുന്നാൽ ഇലകളുടെ ഇടയിൽ നിന്ന് വീണ്ടും ബ്രൊക്കോളികൾ കിട്ടും. ഞാൻ കൃഷി ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ പറിച്ചിട്ടില്ല കേട്ടോ, അവിടെ ഉണ്ട്. അപ്പോൾ ഇതിലുണ്ടാവും. നമുക്ക് തൈ കിട്ടുന്നത് വെക്കുന്ന സമയത്ത് തന്നെയാണ് മണ്ണത്തിന് തൈ കിട്ടിയത്. നമുക്ക് ആ സമയത്ത് അതിന് വളരെ മുന്നേ കിട്ടില്ലല്ലോ. മഴക്കാലല്ലേ, മഴക്കാലത്തെ തൈ കിട്ടില്ലല്ലോ. ഇത്ര മാസം കഴിയുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത് തൈ. അടുത്തത് ശരണ്യ ഷാരു. എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് ആണ് ഇഷ്ടം. 6 വർഷമായി വീഡിയോ കാണാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് കമൻ്റ് ഇടുന്നത്. എന്നും വീഡിയോ കാണും. ഒരുപാട് ഇഷ്ടം. ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ തൃശ്ശൂരിനോട് ഇഷ്ടമാണ് എന്നും. അങ്ങനെ കാണാൻ തുടങ്ങിയതാണ്. ഒരു ദിവസം വരാം കാണാൻ. എൻ്റെ അച്ഛൻ്റെ പ്രായമാണ് അജുവേട്ടന്. എനിക്ക് 30 വയസ്സുണ്ട്. എൻ്റെ അച്ഛൻ നേരത്തെ കല്യാണം കഴിച്ചു. അപ്പോൾ നിങ്ങളെ ഏട്ടാന്ന് വിളിക്കാൻ എന്തോ പോലെ. ഒരുപാട് സ്നേഹം മാത്രം. ശരണ്യ. കുഴപ്പമില്ല, അച്ഛനെ വിളിച്ചോ. അപ്പോൾ ചേട്ടന് 25 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടിയായ വലിയേട്ടൻ 24 വയസ്സിൽ കല്യാണം കഴിച്ചില്ലേ? 25 പ്രായത്തിൽ തന്നെ വലിയേട്ടൻ്റെ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ചേട്ടനൊക്കെ നേരത്തെ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ ചേട്ടൻ ഇങ്ങനെ ചാര് കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അറിയത്തു അല്ലേ? പേരക്കുട്ടികളെയും കളിപ്പിച്ച് മുറ്റത്ത് ഇങ്ങനെ ഇരിക്കണ്ട. അടുത്തത് ജെസ്സി ജോസ്. സരിത ചേച്ചി ബെസ്റ്റ് ആളാട്ടാ. ചേച്ചി അല്ല അജു ചേട്ടനോട് ഇങ്ങോട്ട് വരൂ എനിക്കൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അജു ചേട്ടനെ കുറ്റം പറയുകയാണോ? ദിസ് ഇസ് ടു മച്ച്. അയ്യോ, അതെന്തിട്ടാന്നറിയോ, മുളക് പൊട്ടിക്കുമ്പോഴേ എനിക്ക് കേൾക്കണില്ല. ഞാൻ അരക്കണോടത്ത് നിന്നിട്ട് എനിക്ക് കേൾക്കണില്ല ചേട്ടൻ കഥ പറയണത്. ദൂരണ്ട്, പിന്നെ ഭയങ്കര കാറ്റുമാണ്. നിങ്ങൾക്ക് കേൾക്കണുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ചേട്ടൻ മൈക്ക് ഇവിടെ ഇരിക്കണോണ്ട് നല്ല ഉറക്കെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കേൾക്കും. നേരിട്ട് കേൾക്കണില്ല. അപ്പം അതുകൊണ്ടാണ് അവിടെ നിന്നിട്ട് പറയുമ്പോൾ എനിക്ക് കേൾക്കാണ്ട് വിളിച്ചോടന്നേട്ടാ. അടുത്തത് അബി. ബ്രൊക്കോളി വിചാരിച്ച പോലെ ഉണ്ടായില്ലെന്ന് വെച്ച് അത് ഒഴിവാക്കുന്നതിൽ കാര്യമില്ല. ട്രാഫിക് എന്ന സിനിമയിൽ പറയുന്ന പോലെ നോ പറയാൻ ഒഴിവാക്കാനും ആരെ കൊണ്ടും കഴിയും. പക്ഷെ കൃഷി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്കും ചെയ്യുന്ന കൃഷി 4 ആൾ കാണുന്നത് കൊണ്ടും ബ്രൊക്കോളിയെ നല്ല രീതിയിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമെങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു ഇത്. അത് ചേട്ടൻ ജഗ്ഗു സരിത ഇഷ്ടം. അടുത്തത് അതെ ചേട്ടൻ ഇനി നിർത്തി, ഇനി ചെയ്യില്ല എന്ന് പറയണ്ടല്ലോ. അപ്പോൾ പാടില്ല, തോറ്റു പിന്മാറരുതെന്ന്. ചേട്ടൻ തോൽവി നമുക്കൊരു പുത്തരിയല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇനിയും ചെയ്യും. തോമസ് മംഗലം. അജു, ഇന്നത്തെ ദിവസം സരിതയോട് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ആളെന്തോ ഒന്ന് ഇടഞ്ഞ മാതിരിയാണ്. കരിക്കും വെള്ളമാണോ അതോ വറുത്തരച്ച സാമ്പാറാണോ എന്നറിയില്ല. എന്തായാലും ആളുടെ ഇന്നത്തെ മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു. അടുത്തത് ശ്രീരഞ്ജിനി. അജുവിൻ്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങിച്ച് കുരുമുളക് പറിക്കാൻ തോന്നി. കഥ പറഞ്ഞ് ചിരിച്ച് മണ്ണ് കപ്പി. സാമ്പാർ സൂപ്പർ സരിതേ. അടുത്തത് NEX. അജുവേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. ഒരു തവണ എൻ്റെ ഒരു ഫ്രണ്ട് അടക്കയിൽ ചവിട്ടി ചെറുപ്പത്തിൽ വീണിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് അടക്ക കാണുമ്പോൾ അത് നമുക്ക് ആ പേടി വരും. നമുക്ക് അങ്ങനെ ഗോലികായ ഉരുണ്ടതൊക്കെ എടുക്കുമ്പോഴേ നമുക്ക് ഈ സംഭവം ഓർമ്മ വരും. ഗോലിയായ ഉരുണ്ട തന്നെയല്ലേ? പിന്നെ ഗോലികായ, അടയ്ക്ക, അതുപോലെ എന്തുട്ടാ അങ്ങനത്തെ കുറേ സാധനം ഈ പറഞ്ഞ പോലെ ജാതിക്ക. പിന്നെ കുട്ടികൾ കളിച്ചിട്ട് ചെറിയ കാറുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുമ്മ ചവിട്ടിയിട്ടൊക്കെ വീണിട്ടും അങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡാനിയൽ വർക്ക് സ്മാർട്ട് നോട്ട് വർക്ക് ഹാർഡ്. ജഗ്ഗുവും അജുവും പറയാൻ ശ്രമിച്ചത് അതന്നെ. വർക്ക് സ്മാർട്ടർ നോട്ട് ഹാർഡർ അങ്ങനെ എന്തോ ആണെന്നുകൊണ്ട് ജഗ്ഗു പറഞ്ഞേ. അതായത് വർക്ക് സ്മാർട്ടർ നോട്ട് ഹാർഡർ അതന്നെ.
വർക്ക് സ്മാർട്ടർ നോട്ട് ഹാർഡർ, അതാണ് ജഗ്ഗു ഉദ്ദേശിച്ചത്. അങ്ങനെ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മളിവിടെ വരെ എത്തിയത്. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ മറ്റേ ആദിമ മനുഷ്യന്മാരെ പോലെ കാട്ടിൽ നടന്നേനെ. നമ്മളെങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് അത് ചെയ്യാന്നുള്ളതാണല്ലോ ഓരോന്നിൻ്റെ കണ്ടുപിടുത്തങ്ങൾ വന്ന് ചക്രം, തീയും, അല്ലേ, അങ്ങനെ കണ്ടുപിടിച്ച് വന്നത്. ലൈഫ് ഈസ് ഓസം. ഒരു വീഡിയോയ്ക്ക് മുന്നിൽ ഊണ് റെഡിയാക്കുമ്പോൾ ഒരു തോരനോ മെഴുക്ക് പുരട്ടിയോ ഉണ്ടാക്കി കാണിച്ചാൽ അത് കാണുന്നവർക്കൊരു സന്തോഷമാകും. ക്യാമറയ്ക്ക് പുറകിൽ നിങ്ങൾ എങ്ങനെയായാലും കുഴപ്പമില്ല. അത് പണി കൂടുമ്പോഴാണ് പ്രശ്നം. ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ലല്ലോ. വലിയ ഗുണ്ട് പൊട്ടി പോലെ. ഞാൻ പറയാവുന്ന നമുക്ക് പിന്നെ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പാത്രം, അതിനുള്ള സാധന സാമഗ്രികളൊക്കെ പിന്നെ ഇവിടെ വന്ന് അടുക്കളയിൽ നിന്ന് എടുത്തിട്ട് ആ കുടിലേക്ക് കൊണ്ടുപോകണം. കുടിലല്ല നമ്മൾ ചെയ്തത്. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു ക്യാബേജ് പൊട്ടി ഒരു തോരൻ വേണേ വെക്കാം, ഒരു മാങ്ങ പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ മൂലം നേരം കുറയായി. പിന്നെ വെയിൽ ചൂട് ഇങ്ങനെ കൂടി വരും തോറും നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അധികം ചൂടില്ല. അപ്പം നമ്മൾ വിചാരിക്കും അതും കൂടി ചെയ്യാം ഇതും കൂടി ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാവും തുടങ്ങാം. നമ്മൾ തളരും. പിന്നെ കുറേ കഴിയുമ്പോൾ വർത്താനം പറയണല്ലോ. നമ്മൾ ഈ വർത്താനത്തിന് നല്ല എനർജി വേണേ. നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മൾ വർത്താനം പറയുന്ന പോലെ വീഡിയോ കഴിഞ്ഞ് ശരിയാവില്ല. അതേ സമയം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ എല്ലാ പണിയും കഴിയും. ഒരു സാമ്പാർ, ഒരു കൂട്ടാനും ഉപ്പേരിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി പാത്രം കഴുകലും അടുക്കള ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരുത്തിലിരിക്കുന്നുണ്ടാവും. പക്ഷെ അതുപോലെയല്ല ഷൂട്ടിങ് ചെയ്യുമ്പോഴേ സമയമെടുക്കും. അതാ ആകെ ഇരുട്ടായി കഴിഞ്ഞ. അടുത്തത് ഗൾഫ് കോൺ. സരിത, ഈ മണ്ടന്മാരുടെ കൂടെ ജീവിക്കുന്ന എനിക്ക് വല്ല അവാർഡും തരാം. മന്ത്രിമാരുടെ കഥ പറഞ്ഞ ശേഷം സരിതയുടെ പ്രതികരണവും കൺക്ലൂഷനും കേട്ട് കഴിഞ്ഞ ചേട്ടൻ, ഞാനിത് എന്തുകൊണ്ട് തേങ്ങയ്ക്കാണ് ഈ കഥ പറഞ്ഞേ. നമുക്ക് അടുത്തത് റിയാസ്. സരിത, ആ കരിക്കിൻ വെള്ളം എവിടെ? അജു, അത് കേടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുടിച്ചു. വെറുതെ നീ തൂറ്റൽ പിടിച്ച് ചാകണ്ടെന്ന് കരുതി. നിനക്ക് വേണ്ടി ആ മഹാത്യാഗം ഞാൻ ചെയ്തു. തൂറ്റൽ പിടിച്ച് ചാകുന്നെങ്കിൽ ഞാൻ ചാകട്ടെ, എന്നാലും നീ രക്ഷപ്പെടുമല്ലോ. ഈ ചേട്ടൻ അത് മതി മോളെ, ഈ ചേട്ടൻ തൃപ്തിയായി മോളെ. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, നാരിയൽ കാ പാനി ബഹുത്ത് അജ്ജാ ഹേ. അത് അത്ര നല്ലതായിരുന്നില്ല വെള്ളം, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇത്തിരി നീ കിട്ടിയുള്ളൂ. ബാക്കി ജഗ് കുടിച്ച് തീർത്തു. ബാക്കിയുള്ളത് കുപ്പിയിലുണ്ടായിരുന്നതേ എടുത്തു കൊണ്ടുവന്നിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. കരിക്കും വെള്ളമല്ലേ, ഒരു പുളി പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചപ്പോഴേ ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. NB, ഈയിടെയായി കമൻറ്റിന് റിപ്ലൈ വളരെ കുറവാണ് കിട്ടുന്നത്. ആഴ്ചയിൽ 6 കമൻറ്റുകളിൽ 2-3 എണ്ണത്തിന് മാത്രം റിപ്ലൈ കിട്ടുന്നുള്ളൂ. എന്ത് പറ്റി രമണ? ഇനി ഞങ്ങൾ ഇടുന്ന കമൻറ്റ് ബോറടിച്ച് തുടങ്ങിയോ? എങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, അപ്പം നിർത്തിക്കോളാം, ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. അയ്യോ അങ്ങനെ പറയരുത്, കമൻറ്റ് ഇടൂ. ഞങ്ങൾ 2-3 ദിവസം നല്ല തിരക്കായിരുന്നു. കാര്യങ്ങളായിട്ട് സമയം കിട്ടിയില്ല. നമുക്ക് ചിലതിന് മറുപടി കൊടുക്കാൻ പറ്റാത്തത് ഇങ്ങനത്തെ കുറെ തിരക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ വീട്ടിലെത്തുമ്പോൾ വൈകുവേ വല്ല കാര്യങ്ങൾക്കൊക്കെ പോയിട്ടൊക്കെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കൽ കൂടാണ്ട് വേറെ നമ്മുടേതായ കാര്യങ്ങൾ ഉണ്ടാവല്ലോ. അപ്പോൾ പോയിട്ട് വൈകും. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ചിലപ്പോൾ കമന്റ് ഇടാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നാളത്തെയും പറ്റിയില്ലെന്നിരിക്കും. അപ്പോൾ 2 എണ്ണത്തിലേ അപ്പോൾ കണ്ടമാനായി. പിറ്റേ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടല്ലേ, അപ്പോൾ പിറ്റേ ദിവസത്തിനായി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കത് പരമാവധി ഒരുവിധമൊക്കെ ലൈക്കും ഇതും കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ സമയം കിട്ടിയപ്പോൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിലും അപ്പോൾ എന്നിട്ടാന്ന് വെച്ചാൽ നമുക്ക് ചില ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാലേ വൈകുന്നേരം ഈ എല്ലാ പണികളും കഴിഞ്ഞിട്ട് 10 മണി 11 മണിക്ക് ആയിട്ടാവും കമന്റിന് റിപ്ലൈ കൊടുക്കാൻ ഇരിക്കുക. അപ്പോൾ ഉറക്കം വരും എനിക്ക്. അപ്പം ഞാൻ കിടന്ന് ഉറങ്ങും. കൊടുക്കില്ല. അല്ലാണ്ട് നിങ്ങളെ അവഗണിക്കുന്നതോ കമന്റ് ബോറടിച്ചിട്ടോ ഒന്നും അല്ലാട്ടാ. ഒരിക്കലും നിങ്ങളാണ് ഞങ്ങളുടെ സ്വത്ത്, നിങ്ങളെല്ലാവരും. ഷർമിള റെജി, പാവ ചേട്ടൻ ഇങ്ങനെ വിശ്വസിക്കല്ലേ സരിതേ, ബാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, വിശ്വസിച്ചില്ല. ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു, വിശ്വാസമില്ല. എന്താ കുട്ടി ഇങ്ങനെ, കഷ്ടം തന്നെ. അത് ചേട്ടൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും സത്യം മാത്രം പറയണത് കൊണ്ടേ ആണ്. പിന്നെ അത് കുടിച്ചപ്പോൾ ടേസ്റ്റ് കുറവായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. ബാക്കി എടുത്ത് വെച്ചു എന്ന് ആദ്യം പറഞ്ഞില്ലല്ലോ, മുഴുവൻ കുടിച്ചു എന്നല്ല പറഞ്ഞ ചേട്ടൻ. ഞാനും ജഗ്ഗും കൂടി കുടിച്ചു തീർത്തു ആദ്യം പറഞ്ഞു. പിന്നെയാണ് പറഞ്ഞ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാണ് ജഗ്ഗുവിനോട് എടുത്തോണ്ടരാൻ പറഞ്ഞു. അപ്പൊ നിർത്താം ട്ടാ, ഇരുട്ടായി, ഭയങ്കര ഇരുട്ടായി. അപ്പോൾ നമുക്ക് മഴക്കാരായി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.